ഗാറി റിച്ചൻസ് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാറേ, കേൾക്കുന്നുണ്ട്. ഗാറി പ്രാർത്ഥിച്ചോട്ടെ. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട കർത്താവ്, നല്ല സമയത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു. അവന്റെ മക്കളാവുന്ന ഞങ്ങളെ കർത്താവേ, ആമീൻ കാലഘട്ടങ്ങളിൽ കർത്താവ് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്നേഹത്തിനായി കർത്താവിനെ വാഴ്ത്തുന്നു. പ്രത്യേകാല ഈ വൈകിയ സമയത്ത് കർത്താവെ ഞങ്ങള് അവന്റെ പാദപീഠത്തിലെ ദൈവത്തിനെ പഠിഞ്ഞത്തുള്ള ബന്ധത്തിൽ കർത്താവ് ആയിരിക്കുന്നല്ലോ അപ്പ. പ്രത്യേകിച്ച് കർത്താവ് ഞങ്ങളുടെ സാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാറിന്റെ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കണമേ കർത്താവെ. ഞങ്ങളുടെ ഹല്ലേലൂയ പ്രത്യേകാല താബോർ ബൈബിൾ കോളേജിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകാൽ പ്രാർത്ഥിക്കുന്ന സ്വർഗത്തിലെ ദൈവം ഈ ദിവസങ്ങളിൽ ഞങ്ങൾ പഠിപ്പിക്കുന്ന എല്ലാ സാറന്മാർക്കായി സ്തോത്രം. പ്രത്യേക സ്റ്റുഡൻസായി പഠിക്കുന്ന എല്ലാം ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ മാതാക്കളെയും പിതാക്കളെയും ആമേ സമപ്രായക്കാരെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി ഫലമേൽപ്പിക്കുന്നു. അത്യുന്നതനായ ദൈവത്തിന്റെ വലിയ കൃപ കർത്താവെ ഈ പഠനത്തോട് ബന്ധത്തില് ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശാലമാക്കണമേ. പഠിക്കുന്നത് വളരെ ശ്രദ്ധയോടെ അല്ലെങ്കിൽ കരുതിക്കൊള്ളുവാൻ കൊണ്ട് സഹായിക്കണമേ. പഠിപ്പിക്കുവാൻ കർത്താവ് ഞങ്ങളുടെ സാറന്മാരെ എല്ലാവരെയും കർത്താവ് സഹായിക്കണമേ. ഇതിൽ ജോയിൻ ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം അനുഗ്രഹിക്കണമേ. എല്ലാവരും ജയാളികളായി കർത്താവ് ഒരുവൻ താമസിച്ചാല് കർത്താവിന്റെ പോർക്കളത്തിലെ വീരന്മാരും വീരത്തികളുമായി കർത്താവിന് വേണ്ടി ആമേനെ കർത്താവ് നിൽക്കുവാൻ കൊണ്ട് സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രത്യേകാല് ആമേ കാലാവസ്ഥ അല്പം മോശമായിട്ടുണ്ട് കർത്താവ്. നെറ്റിന്റെ യാതൊരു വിധമാവുന്ന പ്രയാസങ്ങളും വരാതെ വണ്ണം കർത്താവ് കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കണമേ. ആമേ ഞങ്ങളുടെ ക്ലാസിന്റെ തുടക്കം മുതൽ അവസാനം വരെയും കർത്താവിന്റെ സ്നേഹവും സാന്നിധ്യം കുറിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം ദൈവനാമ മഹത്വത്തിന് ഒരുക്കട്ടെ. യേശു കർത്താവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ ധന്യത്തിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ വിശുദ്ധന്മാർക്കും വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തുല്യമായ നാമത്തിൽ എന്റെ വന്ദനങ്ങളെ അറിയിക്കുകയാണ്. എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്നും അതിന്റെ 14-ാം അധ്യായത്തിൽ നിന്നായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. 14-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവം കലക്കത്തിന്റെ ദൈവമല്ല. അവർ ഗോഡ് ഈസ് നോട്ട് എ ഗോഡ് ഓഫ് കൺഫ്യൂഷൻ ബട്ട് ഓഫ് പീസ്. സമാധാനത്തിന്റെ ദൈവമാണ്. ഇവിടെ കൊരിന്ത്യ വിശ്വാസികളെ സംബന്ധിച്ച് അവർ ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത വിശുദ്ധന്മാരാണ്. അപ്പോൾ തന്നെ അവരുടെ ഇടയിൽ വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ച് ആവർത്തിക്കുന്നില്ല. അവർ സ്പിരിച്വൽ ഗിഫ്റ്റ്സ് അവർക്കുണ്ടായിരുന്നെങ്കിലും ദേ വെർ എ കാർണൽ ചർച്ച്. ജഡീകന്മാർ അവരുടെ ഇടയിൽ വളരെ ഉണ്ടായിരുന്നു. അവർക്ക് ലഭിച്ച കൃപാവരങ്ങൾ വ്യാപാരം ചെയ്യുന്നതിലും അവരുടെ ഇടയിൽ ചിലർ തങ്ങൾക്ക് ലഭിച്ച കൃപാവരങ്ങളെ കുറിച്ച് ബോസ്റ്റ് ചെയ്യുകയും ചിലർ തങ്ങൾക്ക് ലഭിച്ച കൃപാവരങ്ങൾ നിസാരമെന്ന് കരുതുകയും ചെയ്തു പോന്നു. ഇവിടെ 14-ാം അധ്യായത്തിൽ 2 പ്രധാനപ്പെട്ട കൃപാവരങ്ങൾ, എല്ലാ കൃപാവരങ്ങളും പ്രധാനമുള്ളതാണ്, പക്ഷെ അവർ പ്രധാനപ്പെട്ടതെന്ന് കരുതിയിരുന്ന 2 കൃപാവരങ്ങൾ എടുത്തുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് സംസാരിക്കുകയാണ്. അതിലൊന്ന് പ്രവചനപരമായിരുന്നു, മറ്റൊന്ന് അന്യഭാഷാവരം. നോക്കൂ, കൃപാവരങ്ങൾ ഓരോന്നും നൽകി തന്നിരിക്കുന്നത് സഭയുടെ ആത്മീക വർധനയ്ക്കായി, സഫലന്മാരാകുവാൻ, പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നവയാണ് നാം കാണുന്നത്. ഇവിടെ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്. ദൈവവചനം പറയുന്നത് അതുപോലെ തന്നെ പഠിപ്പിക്കുകയാണ്. ദൈവസഭയുടെ ആത്മീക വർധനയ്ക്കായി സഫലന്മാരാകുക, അതാണ് കൃപാവരങ്ങളിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത്. കൃപാവരങ്ങൾ പരിശുദ്ധാത്മാവ് തന്നെ ഇഷ്ടം പോലെ, പരിശുദ്ധാത്മാവാണ് ഡിസൈഡ് ചെയ്യുന്നത് ആർക്ക് എന്ത് കൃപാവരം നൽകണമെന്നുള്ളത്. അതെന്തിനു വേണ്ടിയാണ്? ആത്മീക വർധനവിന് വേണ്ടി. ആത്മീക വർധനവ് അഥവാ എഡിഫിക്കേഷൻ എന്ന് പറയുവാൻ ഉപയോഗിച്ചിരിക്കുന്ന പദം ഭവനം പണിയുക എന്ന അർത്ഥം വരുന്ന ഒയ്ക്കോഡോമെ എന്നുള്ള പദമാണ്. ഭവനം പണിയുക എന്ന് അർത്ഥം വരുന്ന ഒയ്ക്കോഡോമെ എന്ന പദമാണ്. നിങ്ങൾ റോമാലേഖനത്തിലും 14:19-15-2, കൊരിന്ത്യ ലേഖനത്തിൽ തന്നെ വിവിധ വചനഭാഗങ്ങളിൽ എഡിഫിക്കേഷൻ അഥവാ ആത്മീക വർധന എന്നുള്ള ഈ പദം കാണുന്നുണ്ട്. അപ്പോൾ സഭയുടെ ആത്മീക വർധനവന് എന്ന് പറയുമ്പോൾ വിശുദ്ധന്മാരെ പണിയുവാൻ, ആത്മീകമായി ഔന്നത്യത്തിലേക്ക് നയിക്കുവാൻ വേണ്ടിയാണ്, പൊതുപ്രയോജനത്തിനായി
ദൈവം കൃപാവരങ്ങൾ, പരിശുദ്ധാത്മാവ് താൻ ഇച്ഛിക്കും പോലെ കൃപാവരങ്ങൾ നൽകി കൊടുക്കുന്നത്. നമ്മൾ ആദ്യമേ തന്നെ കണ്ടു, ദൈവം കലക്കത്തിന്റെ ദൈവമല്ല, കലക്കത്തിന്റെ ദൈവമല്ല എന്ന് ഇവിടെ പറയുന്നുണ്ട്. ദൈവവചനത്തിൽ തന്നെ പറയുന്നുണ്ട്. കലക്കം എന്ന് പറയുവാൻ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അക്കാറ്റ സ്റ്റാസിയ എന്നുള്ള പദമാണ്. അതിന് കൺഫ്യൂഷൻ, കൊമോഷൻ, ഡിസ്റ്റർബൻസ്, അപ്ഹീവൽ എന്നീ അർത്ഥമുണ്ട്. അനാർക്കി, റവല്യൂഷൻ, ഡിസ്റ്റർബൻസ് എന്നിങ്ങനെ പല അർത്ഥങ്ങളുണ്ട്. കലാപം, അരാജകത്വം എന്നിങ്ങനെ, കലക്കം എന്നിങ്ങനെ ഇതിന് ഈ വാക്കിന് അർത്ഥമുണ്ട്. അപ്പോൾ നമ്മുടെ ദൈവം കലക്കത്തിന്റെ ദൈവമല്ല. സഭയിൽ കലക്കമുണ്ടാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇവിടെ അവസാന വാക്യത്തിൽ പറയുന്ന സകലവും ഉചിതവും ക്രമമായും നടക്കട്ടെ. ദൈവസഭയിൽ ദൈവം ആഗ്രഹിക്കുന്നത് കൃപാവരങ്ങൾ എക്സർസൈസ് ചെയ്യുമ്പോൾ സകലവും ഉചിതവും ക്രമമായും നടക്കണം. ഉചിതവും ക്രമമായും നടക്കണം. ചിലർ പറയും ചന്തോചിതമായി നടക്കണം. അങ്ങനെയല്ല, ഉചിതവും ക്രമമായും, ഇൻ ആൻ ഓർഡർലി മാനർ എല്ലാം നടക്കണം. കുത്തഴിഞ്ഞ രീതിയിലല്ല നടക്കേണ്ടത്. ദൈവസഭയിൽ കൃപാവരങ്ങൾ എക്സർസൈസ് ചെയ്യുമ്പോൾ ഒരു ഓർഡർ ഉണ്ടായിരിക്കണം ദൈവസഭയിൽ എന്നുള്ളതാണ് ദൈവവചനം നമ്മോട് പഠിപ്പിക്കുന്നത്. ദൈവം കലക്കത്തിന്റെ ദൈവമല്ല, സമാധാനത്തിന്റെ ദൈവം അത്രയെന്ന് കൊരിന്ത്യലേഖനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധന്മാർ തങ്ങൾക്ക് ലഭിച്ചതായ കൃപാവരങ്ങൾ ഉചിതമായും ക്രമമായും വ്യാപാരം ചെയ്യുമ്പോൾ സഭയുടെ ആത്മിക വർധനയ്ക്കായി സഫലന്മാരാകുവാൻ ഇടയാകുന്നു. കലക്കമുണ്ടായാൽ ഒരു പ്രയോജനമില്ല. കലക്കമുണ്ടായാൽ, അനാർക്കി ഉണ്ടായാൽ, അരാജകത്വം ഉണ്ടായാൽ, കൺഫ്യൂഷൻ ഉണ്ടാകാം എന്നല്ലാതെ യാതൊരു പ്രയോജനമില്ല. എന്നാൽ കൃപാവരങ്ങൾ ഉചിതമായും ക്രമമായും വ്യാപാരം ചെയ്യുമ്പോൾ സഭയ്ക്ക് ആത്മിക വർധന ഉണ്ടാകുന്നു. ആ നിലയിൽ പരിശുദ്ധാത്മാവ് നമ്മെ ഉപയോഗിക്കുമ്പോൾ നാം സഫലന്മാരാകുവാൻ, ഫലവത്തായി പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയുന്നു. ഇതാണ് അടിസ്ഥാനമായിട്ട് ഈ 14-ാം അധ്യായത്തിലൂടെ പൗലോസ് പഠിപ്പിക്കുന്നത്. അതിൽ നമ്മൾ 2 കൃപാവരങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ, പ്രവചനവരം കഴിഞ്ഞ ക്ലാസ്സിൽ അത് നമ്മൾ പഠിച്ചു. ഇന്ന് മറ്റൊരു കൃപാവരം, ഈ 14-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കൃപാവരം, അന്യഭാഷ എന്നുള്ള ആ കൃപാവരത്തെ പറ്റിയാണ് പഠിക്കുന്നത്. ഗ്ലോസോലാലിയ, അഥവാ അന്യഭാഷ എന്ന് പറയുന്ന കൃപാവരത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. മറ്റൊരു വിഷയം, ഈ അധ്യായത്തിന്റെ അവസാന ഭാഗത്തിൽ സ്ത്രീകളുടെ സഭായോഗങ്ങളിലുള്ള പ്രവർത്തനങ്ങളെ പറ്റി പറയുന്നുണ്ട്. അതും ചുരുക്കമായി അവിടെ പറയുന്നുണ്ട്. അത് മുൻപ് ഓൾറെഡി 11-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് ആദ്യം അന്യഭാഷ എന്നുള്ള ആ കൃപാവരത്തെ സംബന്ധിച്ച് എന്താണ് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. ദൈവവചനത്തിൽ അപ്പോസ്തല പ്രവൃത്തി 2-ന്റെ 4-ാം വാക്യത്തിൽ, അപ്പോസ്തല പ്രവൃത്തി 2-ന്റെ 4-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, പെന്തക്കോസ്ത് നാളിൽ അവർ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, 120 പേര് അവരെ കൂടിയിരുന്ന് മാളികമുറിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു. യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തിട്ടുള്ളതുപോലെ അന്ത്യകാലത്ത് സകല ജനത്തിന്മേലും ദൈവം തന്റെ ആത്മാവിനെ പകരുന്നത്, അവിടെ പ്രത്യക്ഷമായി പ്രകടമാകുന്നത് അന്യഭാഷകളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകൾ സംസാരിച്ചു. നാം ഇവിടെ ഈ 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്ന ഒരു കാര്യം ഓരോന്നോരോന്നായി നോക്കാം. 14-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ പറയുന്നു, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ എന്താണ് പറയുന്നത്? തനിക്ക് താൻ ആത്മിക വർധന വരുത്തുന്നു. നമ്മൾ മുമ്പേ കൃപാവരങ്ങളെ പറ്റി പഠിച്ചു തുടങ്ങിയപ്പോൾ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, വ്യക്തിപരമായ പ്രയോജനത്തിനുള്ള കൃപാവരങ്ങൾ, പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്ന കൃപാവരങ്ങൾ. കൃപാവരങ്ങൾ നൽകപ്പെടുന്നത് അതിലൂടെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് 2 നിലയിൽ. ഒന്ന്, ആ വ്യക്തിക്ക് ആത്മിക വർധന ഉണ്ടാകണം. അതുപോലെ തന്നെ ആ കൃപാവരങ്ങൾ എക്സർസൈസ് ചെയ്യുന്നതിലൂടെ ആ സഭയ്ക്ക് ആത്മിക വർധന ഉണ്ടാകണം. അപ്പോൾ ഇവിടെ 14-ന്റെ 4-ാം വാക്യത്തിൽ പറയുന്നു, തനിക്കു താൻ ആത്മിക വർധന വരുത്തുന്നു. എന്നാൽ വ്യക്തിപരമായ
ആത്മീക വളർച്ച അഥവാ പക്വതയ്ക്ക് പ്രയോജനപ്പെടുന്നു എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന രൂപാന്തരത്തെ പറ്റിയാണത് സൂചിപ്പിക്കുന്നത്. റോമാലേഖനത്തിൽ അഞ്ചാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു. റോമർ 5:5 ഒന്ന് വായിച്ചാട്ട്. പ്രത്യാശയ്ക്കും ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. ദൈവത്തിന്റെ സ്നേഹം, അതായത് ഇങ്ങോട്ട് സ്നേഹിച്ചിട്ട് അങ്ങോട്ട് കൊടുക്കുന്ന ആ സ്നേഹമല്ല ദൈവത്തിന്റെ സ്നേഹം. ശത്രുക്കളെ സ്നേഹിക്കുവാൻ കഴിയുന്ന ആ സ്നേഹം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഉള്ളങ്ങളിൽ ദൈവത്തിന്റെ സ്നേഹം, അഗപ്പേ, ആ സ്നേഹം നമ്മുടെ ഉള്ളങ്ങളിൽ പകരപ്പെട്ടിരിക്കുന്നു. ഇന്ന് പരിശുദ്ധാത്മാവുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ ലക്ഷണം പ്രധാനമായും നമ്മളിൽ കാണേണ്ടത് ദൈവത്തിന്റെ സ്നേഹം, ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളിൽ വെളിപ്പെടണം. അതല്ലേ കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലും പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നത് കൊണ്ട് എന്താണ്, നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയും. നിങ്ങളെല്ലാവരും അന്യഭാഷ പറയുന്നത് കൊണ്ട് അറിയുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നത് കൊണ്ട്. അങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത്? യോഹന്നാൻ 13:34 35 ആ വാക്യം ഒന്ന് വായിച്ചാട്ട് എടുത്തവരുണ്ടെങ്കിൽ. പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും. 35. സ്നേഹം, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. കാരണം പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ പകരുന്ന ഒരു ഗുണമാണ്, സ്വഭാവ വിശേഷമാണ് ദൈവത്തിന്റെ സ്നേഹം. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൽ അതിന്റെ 20-ാം വാക്യത്തിൽ 1 യോഹന്നാൻ 4:20 പറയുന്നു, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തന്റെ സഹോദരനെ പഴിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. ദൈവവചനത്തിൽ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് സ്നേഹത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകരപ്പെടുന്ന ഒരു സ്വഭാവവിശേഷമാണ് സ്നേഹിക്കുവാൻ സാധിക്കുന്നത്. പണ്ട് ഒരു ട്രാക്ട് ഉണ്ടായിരുന്നു, എൻ്റെ ബാല്യത്തിലൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോഴത് ഇന്റർനെറ്റിൽ പരതിയാൽ കിട്ടും. തമ്പിയുടെ ഹൃദയം എന്ന് പറഞ്ഞൊരു ട്രാക്ട് കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങളൊക്കെ, നിങ്ങൾ പ്രായമുള്ളവരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. തമ്പിയുടെ കയ്യിലുണ്ട്. തമ്പിയുടെ ഹൃദയം എന്ന് പറയുന്ന ട്രാക്റ്റിൽ ആ തമ്പിക്ക് രൂപാന്തരം വന്ന ശേഷമുള്ള പിക്ചറും അതിന് മുൻപുള്ള പിക്ചറും കണ്ടിട്ടില്ലാത്തവർ ഇന്റർനെറ്റിൽ ഒന്ന് പരതിയാൽ മതി, കിട്ടും. വളരെ അർത്ഥവത്തായ ഒരു ചിത്രമാണത്. അവന്റെ മുഖത്ത് സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു മുഖമാണ്, അല്ലാതെ ഇടുമ്പിച്ച് ഇങ്ങനെ വൈരാഗ്യം നിറഞ്ഞു നിൽക്കുന്ന, പക നിറഞ്ഞു നിൽക്കുന്ന, അസൂയ നിറഞ്ഞു നിൽക്കുന്ന ഒരു മുഖമല്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിൽ വന്നു കഴിഞ്ഞാൽ സമൂലമായ ഒരു രൂപാന്തരം. പക്ഷേ നാം കഷ്ടതയിൽ കൂടെ കടന്നു പോകുകയാകാം, വേദനകളിൽ കൂടെ കടന്നു പോകുകയാകാം, ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുകയാകാം. എന്നാൽ ഏത് അവസരത്തിലും നമ്മുടെ മുഖത്ത് പ്രകടമാകുന്ന ഒരു സ്നേഹം. ഞാനിവിടെ ചില കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിൽ വരുന്നത് പറയാൻ പോയാൽ സമയം കിട്ടുമെന്ന് അറിയില്ല, എങ്കിലും പറയുകയാണ്. ജോൺ വെസ്ലിയുടെ കഥ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും. ജോൺ വെസ്ലി മെത്തഡിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഫൗണ്ടർ ആയിരുന്നു ജോൺ വെസ്ലി. അദ്ദേഹത്തിന്റെ സഹോദരൻ ചാൾസ് വെസ്ലിയും ജോർജ് വിറ്റ്ഫീൽഡും. ജോൺ വെസ്ലി താൻ യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ പഠിക്കുന്ന സമയം അദ്ദേഹം കോളേജിലേക്ക് പോകുമ്പോൾ, യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്ക് പോകുമ്പോൾ എപ്പോഴും അവിടെ ഒരു കോബ്ലർ, ഒരു ദരിദ്രനായ ഒരു കോബ്ലർ അല്ല, ഒരു പോർട്ടർ ഇരുന്നുകൊണ്ട് ഇങ്ങനെ അദ്ദേഹം കീറിപ്പറഞ്ഞ വസ്ത്രം, അവിടുത്തെ അതിശൈത്യത്തിൽ, യൂറോപ്പിലെ അതിശൈത്യത്തിൽ കീറിപ്പറഞ്ഞ ഒരു തുണി മാത്രം ഇട്ടുകൊണ്ട് അവന്റെ ഇങ്ങനെ എപ്പോഴും ഹി വാസ് പ്രൈസിങ് ഗോഡ്, എപ്പോഴും അവൻ ദൈവത്തെ ഇങ്ങനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നന്ദി കരയേറ്റിക്കൊണ്ടിരിക്കുന്നത് കാണാം. ഒരിക്കൽ ജോൺ വെസ്ലി അയാളുടെ അടുക്കൽ ചെന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, മിസ്റ്റർ, യു ഹാവ് നത്തിങ് ടു ഈറ്റ്, no place to sleep, no dress to wear.
ബട്ട് സ്റ്റിൽ യു ആർ പ്രൈസിങ് ഗോഡ്. സ്നേഹിത, നിങ്ങൾക്ക് വസ്ത്രമില്ല, കിടപ്പാടമില്ല, കഴിപ്പാൻ ആഹാരവുമില്ല, പക്ഷെ നിങ്ങൾ എപ്പോഴും ദൈവത്തെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ട് സന്തോഷവാനായിരിക്കുന്നത് കാണുന്നു. എങ്ങനെ നിങ്ങൾക്ക് ഇത് ചെയ്യുവാൻ സാധിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ദൈവത്തോടുള്ള ആഴമായ സ്നേഹം അത് ഈ ലോകത്തിലുള്ള എന്തെങ്കിലും നന്മകൾ നിമിത്തമല്ല. ഈ ലോകത്തിലുള്ള പ്രയാസങ്ങളും പ്രതികൂലങ്ങളും എല്ലാം താൽക്കാലികമാണ്. എന്നാൽ എന്നെ വീണ്ടെടുത്ത് രക്ഷിച്ചവനായ ക്രിസ്തുവിനെ ഞാൻ അറിയുന്നത് കൊണ്ട് അവനോടുള്ള സ്നേഹം നിമിത്തം എനിക്ക് അവനെ പ്രൈസ് ചെയ്യാതിരിക്കുവാൻ കഴിയുന്നില്ല. യോഹന്നാന്റെ കഥ വായിച്ചിട്ടുള്ളവർക്ക് ഇത് വായിച്ചിട്ടുണ്ടാകാം. പലരും അവരുടെ ആത്മകഥ എഴുതിയിട്ടുണ്ട്. അതിലൊരു ആത്മകഥയിലാണ് ഇത് പറയുന്നത്. അപ്പോൾ ആ ദൈവം നൽകി തന്നിരിക്കുന്ന ആ അനുഗ്രഹങ്ങൾ ഓർത്തുകൊണ്ട് ഹൃദയം നിറഞ്ഞ് കവിയുമ്പോൾ എപ്പോഴും നന്ദി നിറഞ്ഞ ഒരു ഹൃദയം, അതിന്റെ ബഹിർസ്ഫുരണം നമ്മുടെ അവയവങ്ങളിൽ, നമ്മുടെ മുഖത്തിൽ, നമ്മുടെ അവയവങ്ങളിലും അത് പ്രകടമാകണം. പരിശുദ്ധാത്മാവിനാൽ ആത്മീക വർധന ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ക്രിസ്തീയ സ്നേഹത്തിൽ വളരുന്നതിന്, കൂടുതൽ സമർപ്പണവും ഉണ്ടാകുന്നതിന്, ആഴമായ വിശ്വാസം ഉണ്ടാകുന്നതിന് അതിടയാക്കും. ഇന്ദ്രിയങ്ങളുടെ മേലുള്ള ശക്തമായ നിയന്ത്രണത്തിന് ആത്മീക വർധനയുടെ ഭാഗമാണത്. ഇന്ദ്രിയജയം എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളുള്ള ഒരു വ്യക്തിക്ക് ഇന്ദ്രിയജയം ഉണ്ടായിരിക്കണം. അതെല്ലാ കാര്യങ്ങളിലും. ഓക്കെ, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു. ഇനി അവിടെ നിൽക്കുന്നില്ല. 14-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. 14-ാം വാക്യം. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എന്റെ ബുദ്ധിയോ അഫലമായിരിക്കുന്നു. അപ്പോൾ അന്യഭാഷ പ്രാർത്ഥനയ്ക്കുള്ള ഭാഷയാകുന്നുവെന്ന് വ്യക്തമാണ്. ഒരു പോയിന്റിൽ മാത്രമായിട്ട് നിങ്ങൾ നിൽക്കരുത്, ഓരോന്ന് നോക്കുകയാണ്. പരിശുദ്ധാത്മാവ് വേണ്ടും പോലെ പ്രാർത്ഥിപ്പാൻ നമുക്ക് തുണ നിൽക്കുന്നുവെന്ന്, അല്ലെങ്കിൽ നമ്മെ സഹായിക്കുന്നുവെന്ന് റോമാലേഖനത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. 8-ാം അധ്യായം റോമർ 8-27 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഒന്ന് റെക്കോർഡ് ചെയ്തിട്ട്, ഞാൻ എന്റെ ഉൾപ്പെടെ കാര്യം പറയുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? കർത്താവ് നമ്മോട് പറഞ്ഞു, മുൻപേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടുകൂടി സകലതും കിട്ടുമെന്നാ ചിലർ പറയുന്നത്. അങ്ങനെയല്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഉണ്മാന്, ഉടുപ്പാന്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നൽകിത്തരാം. അപ്പൊ മുൻപേ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നമ്മൾ അന്വേഷിക്കേണ്ടത്? മത്തായിയുടെ സുവിശേഷം രാജ്യവും നീതി അന്വേഷിക്കണം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അല്ലേ? 6-ാം അധ്യായത്തിൽ മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ അതിന്റെ മേളത്തെ 31-ാം വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ആകയാൽ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ബാക്കിയുടെ ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യം എന്നറിയുന്നുവല്ലോ. യെസ്. അപ്പം നമ്മുടെ പിതാവിനെ അറിയാം നമുക്ക് വേണ്ടത്. ഓക്കെ, അതുകൊണ്ടൊന്നും ചോദിക്കരുതെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ അന്വേഷിക്കുന്നത്, എന്തുടുക്കും, എന്ത് കുടിക്കും, എന്ത് തിന്നും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ആരന്വേഷിക്കുന്നു? നമ്മുടെ പ്രാർത്ഥനയിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്താണ്? ഞാന് എല്ലാരെയും കൂടെ പറയുന്നത്, എന്നെ ഉൾപ്പെടെയാ പറയുന്നത്. നമ്മോട് പറയുക, മുൻപേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ആത്മീയ കാര്യങ്ങളെ കുറിച്ച്, കർത്താവെ എന്നെ പണിയണമേ, കുറച്ചുകൂടെ നിന്റെ ഹിതപ്രകാരം പ്രയോജനപ്പെടുവാൻ, നിന്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുവാൻ എന്നെ പണിയണമേ എന്ന് നമ്മൾ എത്ര പേര് പ്രാർത്ഥിക്കുന്നു? അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുക. മറ്റേത് പുറകെ വരും. മറ്റേത് വേണ്ടത്, നമുക്ക് വേണ്ടത് ഉണ്മാനും ഉടുപ്പാൻ. അല്ലാതെ നമ്മളെ ആരെ അംബാനി ആക്കാമെന്നൊന്നും കർത്താവ് പറഞ്ഞിട്ടില്ല. ബിൽഗേറ്റ്സ് ആക്കാമെന്ന് വാഗ്ദാനം പറഞ്ഞിട്ടില്ല. അതൊക്കെ ഇപ്പോഴത്തെ പോപ്പുലർ പ്രീച്ചേഴ്സിന്റെ ചില ഡയലോഗുകളാണ്.
നമുക്ക് ഉണ്മാനും ഉടുപ്പാനും ഒക്കെ ഉള്ളത് തരാം, അതൊക്കെ പിതാവ് കരുതിക്കൊള്ളും. നിങ്ങൾ അന്വേഷിക്കേണ്ടത് എന്താണ്? അത് അന്വേഷിക്കാതെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ ചപ്പനും ചവറിനും ആകുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മൾ വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് അറിയുന്നില്ല. അപ്പൊ ആത്മാവ് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും. വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യും. പ്രാർത്ഥനയ്ക്ക് സഹായിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അന്യഭാഷ പ്രാർത്ഥനയ്ക്കുള്ള ഭാഷയാണ്. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു. അന്യഭാഷ ബുദ്ധിയിൽ നിന്ന് ഉത്ഭവിക്കുന്നതല്ല. ഈ ലോകത്തിലുള്ള ഏതെങ്കിലും മനുഷ്യർ സംസാരിക്കുന്ന ഭാഷയുണ്ട്, സ്വർഗീയ ഭാഷയുണ്ട്, രണ്ടുമുണ്ട്. എന്നാൽ നമുക്കറിയാത്ത ഒരു ഭാഷ, സപ്പോസ് ഞാൻ ചൈനീസ് ഭാഷ കേട്ടിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ ചൈനക്കാർ സംസാരിക്കുന്നത്, പക്ഷെ ചൈനീസ് ഭാഷയിൽ ഒരു വാക്ക് പോലും എനിക്കറിയത്തില്ല. പക്ഷെ ഇന്നിനത് ഞാൻ ഒരു ചൈനക്കാരുടെ ഒരു സമൂഹത്തിന്റെ മധ്യം ഞാൻ ആയിരിക്കുമ്പോൾ ഞാൻ ചൈനീസ് ഭാഷയിൽ അങ്ങോട്ട് ദൈവത്തിന്റെ സുവിശേഷം അങ്ങോട്ട് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് അന്യഭാഷയാണ്. അതാണ് പെന്തക്കോസ്ത് നാളിൽ അവർ സംസാരിച്ചത്. അവർ ചോദിക്കുക, ഗലീല പുരുഷന്മാരെ ഇവർ നമ്മുടെ ഭാഷകളിൽ സംസാരിക്കുന്നു, വ്യക്തമായ മനുഷ്യരുടെ ഭാഷയാണ്. അപ്പോൾ തന്നെ പറയുന്നു സ്വർഗീയ ഭാഷയാണ്. അതാണ് അടുത്ത വാക്യത്തിൽ 14:2 പറയുന്നു. 14:2 എന്താണ് പറയുന്നത്? അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു. പെന്തക്കോസ്ത് നാളിൽ മനുഷ്യരോടല്ലേ സംസാരിച്ചത്? ഒരു വാക്കിന്റെ ഒരു മുറി മാത്രം എടുത്തുകൊണ്ട് ഇതൊന്നും വ്യാഖ്യാനിക്കരുത്. അപ്പോൾ അന്യഭാഷ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. പെന്തക്കോസ്ത് നാളിൽ അവർ മനുഷ്യരോട് സംസാരിച്ചു, പക്ഷേ മനുഷ്യരോട് സംസാരിക്കുന്ന ഭാഷ മാത്രമല്ല, ദൈവത്തോടും സംസാരിക്കുന്നു. ദൈവമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. ആരും തിരിച്ചറിയുന്നില്ല. അതുകൊണ്ടാണ് 14:39 വാക്യത്തിൽ പറയുന്നത് അന്യഭാഷയിൽ സംസാരിക്കുന്നത് വിലക്കരുത്. എല്ലാം ഉചിതമായും ക്രമമായും നടക്കണം. ചിലപ്പോൾ ഉചിതവും ക്രമവും അല്ലാത്ത രീതിയിൽ നടന്നാലും ദൈവദാസന്മാർ വിലക്കാത്തതിന് കാരണം അന്യഭാഷയിൽ സംസാരിക്കുന്നത് വിലക്കരുതെന്ന കൽപ്പനയാണ്. അപ്പോൾ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. 14:15-16 വാക്യങ്ങൾ. 14:15-16 വാക്യങ്ങൾ. എന്നാൽ എന്ത്? ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. ഞാൻ ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ടും പാടും. അല്ല, നീ ആത്മാവ് കൊണ്ട് സ്തോത്രം ചൊല്ലിയാൽ ആത്മവരമില്ലാത്തവൻ നീ പറയുന്നത് തിരിയാതിരിക്കുന്നതിന്റെ സ്തോത്രത്തിന് എങ്ങനെ ആമേൻ പറയും? അപ്പം അന്യഭാഷ പാടുവാനും പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥനയ്ക്കുള്ള ഭാഷയാണ് നമ്മൾ കണ്ടു. സ്തുതികരേറ്റുവാനും അന്യഭാഷ ആത്മാവ് കൊണ്ട് പാടും, സ്തോത്രം ചൊല്ലുവാൻ സാധിക്കും. പ്രാർത്ഥിക്കുവാനും പാടുവാനും സ്തോത്രം ചെയ്യുവാനും ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുവാനും ഇങ്ങനെ ദൈവോന്മുഖമായ ശുശ്രൂഷകൾക്ക് അന്യഭാഷ പ്രയോജനപ്പെടുന്നു. അടുത്തത് 6-ാം വാക്യം. 6-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. 14:6. സഹോദരന്മാരെ, ഞാൻ വെളിപ്പാടായിട്ടോ ജ്ഞാനമായിട്ടോ പ്രവചനമായിട്ടോ ഉപദേശമായിട്ടോ നിങ്ങളോട് സംസാരിക്കാതെ അന്യഭാഷകളിൽ സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നാൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനം വരും? എന്നിട്ട് താഴോട്ട് അദ്ദേഹം പറയുകയാണ്, വ്യാഖ്യാനപരത്തിനായിട്ട് പ്രാർത്ഥിക്കണം. ഒരുവൻ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ അവനോ മറ്റൊരുവനോ അത് വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ സഭയുടെ ആത്മിക വർധനയ്ക്കായി സഫലന്മാരാകുകയില്ല. 14:5 വാക്യത്തിലും 28 വാക്യത്തിലും അത് പറയുന്നുണ്ട്. 14:5 വാക്യത്തിൽ പറയുന്നു, 5ന്റെ ബീപ്പാണ്ട്, അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ സഭയ്ക്ക് ആത്മിക വർധന ലഭിക്കേണ്ടതിന് വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവൻ അവനേക്കാൾ വലിയവൻ. എന്നിട്ട് താഴോട്ട് വരുമ്പോൾ പറയുകയാണ് 7-ാം വാക്യത്തിൽ 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ചില ഉദാഹരണങ്ങൾ പറയാൻ 7-ാം വാക്യത്തിൽ പറയുകയാണ്, നാദഭേദം കാണിക്കുന്നില്ലെങ്കിൽ വ്യാഖ്യാനപരത്തിനായി പ്രാർത്ഥിക്കണം. 7-ാം വാക്യത്തിൽ പറയുന്നു, കുഴൽ, വീണ എന്നിങ്ങനെ നാദം കൊടുക്കുന്ന നിർജീവ സാധനങ്ങൾ തന്നെയും നാദഭേദം കാണിക്കാഞ്ഞാൽ ഊതിയതോ മീട്ടിയതോ എന്തെന്ന് എങ്ങനെ അറിയും?
അപ്പോൾ നാദഭേദം കാണിക്കുന്നില്ലെങ്കിൽ സംഗീതോപകരണങ്ങൾ കൊണ്ട് പ്രയോജനമില്ല. 7-ാം വാക്യത്തിൽ 8-ാം വാക്യത്തിൽ പറയുന്നു, കാഹളം തെളിവില്ലാതെ നാദം കൊടുത്താൽ പടയ്ക്ക് ആർ ഒരുങ്ങും. അപ്പൊ തെളിവില്ലാതെ നാദം കൊടുത്താൽ കാഹളം കൊണ്ട് പ്രയോജനമില്ല. പുരാതന കാലത്ത് യവനന്മാർക്കും യഹൂദന്മാർക്കും പരിചിതമായ ഒരു കാര്യമാണ് പടയ്ക്ക് പുറപ്പെടുവാൻ കാഹളമൂതുമായിരുന്നു. ആട്ടുകൊമ്പ് കൊണ്ടുള്ള കുഴലൂതുന്നത് സംഖ്യാപുസ്തകത്തിലും യോശുവയുടെ പുസ്തകത്തിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. യഹൂദന്മാർക്ക് അത് പരിചിതമായിരുന്നു. പടപ്പുറപ്പാടിനായിട്ട് കാഹളമൂതും. യവനന്മാർക്ക് അത് പരിചിതമായിരുന്നുവെന്ന് ഹോമറിന്റെ ഇലിയഡിൽ പറയുന്നുണ്ട്. ഹോമറിന്റെ ഇലിയഡ്. അപ്പോൾ കാഹളം ഊതുമ്പോൾ പ്രത്യേക രീതിയിൽ അത് ഊതിയെങ്കിൽ മാത്രമേ അത് എന്തിനായിട്ട് ഊതുന്നു എന്ന് അറിയുവാൻ സാധിക്കത്തുള്ളൂ. 14-ാം അധ്യായത്തിന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ പറയുകയാണ്, അതുപോലെ നിങ്ങളും നാവ് കൊണ്ട് തെളിവായ വാക്ക് ഉച്ചരിക്കാഞ്ഞാൽ സംസാരിക്കുന്നത് എന്തെന്ന് എങ്ങനെ അറിയും? നിങ്ങൾ കാറ്റിനോട് സംസാരിക്കുന്നവരാകുമല്ലോ. കാറ്റിനോട് സംസാരിക്കുന്ന ആരാണ്? ആരാ കാറ്റിനോട് സംസാരിക്കുന്നത്? ഭ്രാന്തന്മാർ കാറ്റിനോട് സംസാരിക്കുന്നത്. അപ്പോൾ പറയുകയാണ്, നിങ്ങൾ തെളിവായ വാക്ക് ഉച്ചരിക്കാഞ്ഞാൽ സംസാരിക്കുന്നത് എന്തെന്ന് എങ്ങനെ അറിയും? നിങ്ങൾ കാറ്റിനോട് സംസാരിക്കുന്നവരാകുമല്ലോ. ലോകത്തിൽ വിവിധ ഭാഷകൾ അനവധിയുണ്ട്. അവയിലൊന്നും തെളിവില്ലാത്തതല്ല. ഞാൻ ഭാഷ അറിയാഞ്ഞാൽ സംസാരിക്കുന്നവന് ഞാൻ ബർബരനായിരിക്കും, അൺസിവിലൈസ്ഡ് ആയിരിക്കും. സംസാരിക്കുന്നവൻ എനിക്കും ബർബരനായിരിക്കും. താഴോട്ട് പറയുകയാണ്, അവണ്ണം നിങ്ങളും ആത്മവരങ്ങളെ കുറിച്ച് വാഞ്ചയുള്ളവരാകുവാൻ സഭയുടെ ആത്മീക വർധനയ്ക്കായി സഫലന്മാരാകുവാൻ ശ്രമിപ്പീൻ. അതുകൊണ്ട് 13-ാം വാക്യം, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാനത്തിനായി പ്രാർത്ഥിക്കട്ടെ. പഴയ കാലങ്ങളിൽ എൻ്റെ ചെറുപ്പത്തിൽ, ഞാനെന്ന് വിശ്വാസിയല്ല, ഞാനൊരു മർത്തോമാ സഭയിലെ വിശ്വാസിയാണ്. എന്നാൽ എൻ്റെ മാതാവ്, വിശ്വാസിയായ എൻ്റെ മാതാവിനോട് കൂടെ വല്ലപ്പോഴും ഒക്കെ സഭായോഗങ്ങൾക്ക് പോകുമ്പോൾ അന്ന് സഭയിൽ ചിലർ അന്യഭാഷ പറയുമ്പോൾ തന്നെ മറ്റൊരു ഭാഗത്ത് ചിലര് വ്യാഖ്യാനിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ ബാല്യത്തിൽ. ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രായക്കാരൊക്കെ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അത് അനുഭവമായിരിക്കാം. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. ഒരാള് ആ അന്യഭാഷയിൽ സംസാരിക്കുന്നു, അതൊരു പോസ് വരുമ്പോൾ അതേ ഫ്രീക്വൻസിയിൽ അതിന്റെ വ്യാഖ്യാനം മറ്റൊരാൾ സംസാരിക്കുന്നു. പൗലോസ് പറയുകയാണ്, സഫലന്മാരാകുവാൻ വ്യാഖ്യാനത്തിനായി പ്രാർത്ഥിക്കട്ടെ. അന്യഭാഷ മാത്രമേ ഉള്ളൂ, വ്യാഖ്യാനമില്ല. അന്യഭാഷ മനുഷ്യരുടെ ഭാഷയോ ദൂതന്മാരുടെ ഭാഷയോ ആകാം. പെന്തക്കോസ്തുകാരുള്ളത് മനുഷ്യരുടെ ഭാഷയായിരുന്നെങ്കിൽ പൗലോസ് പറയുകയാണ്, ദൂതന്മാരുടെ ഭാഷ. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ എന്ന് പറഞ്ഞ് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ സ്വർഗീയ ഭാഷയാകാം, മനുഷ്യരുടെ ഭാഷയാകാം. എന്നാൽ അത് വ്യാഖ്യാനം ചെയ്യപ്പെടുമ്പോൾ മാത്രമാണ് സഭയ്ക്ക് ആത്മീക വർധനം ഉണ്ടാകുന്നതെന്ന് ഇവിടെ ദൈവവചനത്തിൽ പറയുകയാണ്. ഞാന് ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള വാക്യങ്ങളോട് ഒരു വാക്ക് പോലും കൂട്ടുന്നില്ല, കുറയ്ക്കുന്നില്ല. അതുപോലെ ഞാൻ പ്രസ്താവിക്കുകയാണ്. ഓരോ പോയിന്റിലും ഇല്ലസ്ട്രേഷൻസ് ഒക്കെ വേറെ പറയുന്നുണ്ടെങ്കിലും ഓരോ പോയിന്റ് അതുപോലെ തന്നെ വാക്യങ്ങൾ നിരത്തി പറയുകയാണ്. 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ, 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ട്. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു എങ്കിൽ എന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എന്റെ ബുദ്ധിയോ അഫലമായിരിക്കുന്നു. ആകയാൽ എന്ത്? ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ടും പാടും. അല്ല, നീ ആത്മാവ് കൊണ്ട് സ്തോത്രം ചൊല്ലിയാൽ ആത്മവരമില്ലാത്തവൻ നീ പറയുന്നത് ചെയ്യാതിരിക്കെ നിന്റെ സ്തോത്രത്തിന് എങ്ങനെ ആമേൻ പറയും? നീ നന്നായി സ്തോത്രം ചെയ്യുന്നു, സത്യം. മറ്റവനെ ആത്മീയവർദ്ധന വരുത്തുന്നില്ല താനും. നിങ്ങളെല്ലാവരിലും അധികം ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതെ, ദൈവസഭയിൽ ഉചിതവും ക്രമവും അല്ലാതെ നടക്കുന്ന അന്യഭാഷാ ഘോഷണത്തിന് വേണ്ടി വാദിക്കുന്നവരോട് പൗലോസ് പറയുകയാണ്, നിങ്ങൾ എല്ലാവരിലും അധികം ഞാൻ
10,000 വാക്ക് സഭയിൽ അന്യഭാഷയിൽ സംസാരിക്കുന്നതിനേക്കാൾ അധികം മറ്റുള്ളവരെയും പഠിപ്പിക്കേണ്ടതിന് ബുദ്ധി കൊണ്ട് 5 വാക്ക് പറവാൻ ഞാൻ ഇച്ഛിക്കുന്നു. മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ബുദ്ധി കൊണ്ട് 5 വാക്ക് പറയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു എന്ന് പൗലോസ് പറയുകയാണ്. 10,000 വാക്ക് അന്യഭാഷയിൽ സംസാരിക്കുന്നതിനേക്കാൾ പൗലോസ് മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടതിന് അവർക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുന്ന ഭാഷയിൽ സംസാരിക്കുവാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹം പറയുകയാണ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ 27, 28 വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം അവിടെ കാണുന്നു സഭയ്ക്ക് ആത്മീക വർധന ഉണ്ടാകുക. അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ 2 പേരോ ഏറിയാൽ 3 പേരോ ആവട്ടെ, അവർ ഓരോരുത്തരായി സംസാരിക്കുകയും ഓരോ വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ. വ്യാഖ്യാനം ഇല്ലാഞ്ഞാൽ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ. അപ്പോൾ അന്യഭാഷ ഉചിതമായും ക്രമമായും നടക്കുമ്പോൾ സഭയിൽ ആത്മീക വർധനം ഉണ്ടാകുന്നു എന്ന് 40-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സഭയിൽ ആത്മീക വർധനം ഉണ്ടാവും. 26-ാം വാക്യത്തിലും കാണുന്നു സഭയ്ക്ക് ആത്മീക വർധനം ഉണ്ടാകുന്നു. 33-ാം വാക്യത്തിൽ പറയുന്നു ദൈവം കലക്കത്തിന്റെ ദൈവമല്ല, സമാധാനത്തിന്റെ ദൈവം അത്രേ. നോക്കൂ, ഇവിടെ ഉചിതമായും ക്രമമായും നടക്കുക എന്ന് പറയുമ്പോൾ 27-ാം വാക്യത്തിൽ പറയുന്നു 2 പേരോ. 27-ാം വാക്യം ഒന്ന് വായിച്ചു. 27-ാം വാക്യം, അന്യഭാഷയിൽ സംസാരിക്കുന്നു എങ്കിൽ 2 പേരോ ഏറിയാൽ 3 പേരോ ആകട്ടെ, അവർ ഓരോരുത്തരായി സംസാരിക്കുകയും ഒരുവൻ വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ. അവർ ഓരോരുത്തരായി സംസാരിക്കണം, ഒരുവൻ വ്യാഖ്യാനിക്കണം. ഓക്കെ, അടുത്ത വാക്യം, വ്യാഖ്യാനി ഇല്ലാഞ്ഞാൽ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ മാത്രം ഞാനിവിടെ ഉദ്ധരിച്ച് കാട്ടിത്തന്നിരിക്കുകയാണ്. 2 പേരോ ഏറിയാൽ 3 പേരോ മാത്രം സംസാരിക്കട്ടെ, അവർ ഓരോരുത്തരായി സംസാരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ. വ്യാഖ്യാനം ഇല്ലെങ്കിൽ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ തന്നോടും ദൈവത്തോടും സംസാരിക്കുക. എന്നിട്ട് പൗലോസ് തന്റെ ഉദാഹരണം പറയുകയാണ്. 18-19 വാക്യങ്ങളിൽ തന്റെ ഉദാഹരണം നമ്മൾ മുമ്പേ അത് ഓൾറെഡി വായിച്ച് കഴിഞ്ഞതാണ്. പൗലോസ് പറയുകയാണ്, നിങ്ങൾ എല്ലാവരിലും അധികം ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നുണ്ട്, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എങ്കിലും സഭയിൽ 10,000 വാക്ക് അന്യഭാഷയിൽ സംസാരിക്കുന്നതിനേക്കാൾ അധികം മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടതിന് ബുദ്ധി കൊണ്ട് 5 വാക്ക് പറവാൻ ഞാൻ ഇച്ഛിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, സഹോദരന്മാരെ ബുദ്ധിയിൽ കുഞ്ഞുങ്ങളാകരുത്, തിന്മയ്ക്ക് ശിശുക്കളായിരിപ്പിൻ, ബുദ്ധിയിലോ മുതിർന്നവരാകുവിൻ. നമ്മുടെ കൃപാവരങ്ങൾ എക്സർസൈസ് ചെയ്യുന്നത് മറ്റുള്ളവരുടെ മുൻപിൽ വിളങ്ങേണ്ടതിന് നിഗളത്തിനും പ്രശംസയ്ക്കും വേണ്ടി ആകാതെ അത് സഭയ്ക്ക് ആത്മീക വർധന ഉണ്ടാകേണ്ടതിനായിരിക്കണം എന്നുള്ളതാണ് പൗലോസ് ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത്. അടുത്ത ഒരു ഭാഗം നമ്മൾ അവിടെ കാണുന്നത് അന്യഭാഷ അവിശ്വാസികൾക്ക് അത്ര അടയാളമായിരിക്കുന്നത്. 14, 21, 22 വാക്യങ്ങൾ നമ്മൾ കാണുന്നു. 21, 22 അന്യഭാഷ അവിശ്വാസികൾക്ക് അത്ര അടയാളമായിരിക്കുന്നത്. 21, 22 വാക്യങ്ങളൊന്ന് വായിച്ചാട്ട്. അന്യഭാഷകളാലും അന്യന്മാരുടെ അതരങ്ങളാലും ഞാൻ ഈ ജനത്തോട് സംസാരിക്കും, എങ്കിലും അവർ എന്റെ വാക്ക് കേൾക്കയില്ല എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് അന്യഭാഷകൾ അടയാളമായിരിക്കുന്നത് വിശ്വാസികൾക്കല്ല, അവിശ്വാസികൾക്കത്രേ. പ്രവചനമോ അവിശ്വാസികൾക്കല്ല, വിശ്വാസികൾക്ക് തന്നെ. അന്യഭാഷ അവിശ്വാസികൾക്ക് അടയാളമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിശ്വാസികൾ അന്യഭാഷ പറയുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഇതുമായിട്ട് തെറ്റിദ്ധരിക്കരുതാരും. അവിശ്വാസികൾ അന്യഭാഷ പറയുമെന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പം അനുകരണങ്ങൾ ഒത്തിരിയുണ്ട്, അന്യഭാഷയുടെ അനുകരണങ്ങൾ ഒത്തിരിയുണ്ട്. അന്യഭാഷ പഠിപ്പിക്കുന്ന ഒരു ഉസ്താദിനെ ഒരു ദിവസം യൂട്യൂബിൽ ഞാൻ കാണുകയുണ്ടായി. പുള്ളിക്കാരൻ ഇങ്ങനെ അന്യഭാഷ ഇങ്ങനെ നിർത്തി പറഞ്ഞു കൊടുത്തൊക്കെ പഠിപ്പിക്കുന്നത്. അതൊക്കെ പൈശാചികമാണെന്ന് നമുക്ക് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകും. കൃപാവരങ്ങൾ ഒരു വ്യക്തിയും പഠിപ്പിക്കുന്നതല്ല. കൃപാവരങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ ഇഷ്ടം പോലെ താൻ ഇച്ഛിക്കുന്നത് പോലെ താൻ നൽകുന്നതാണ്. അത് മറ്റുള്ളവർക്ക് പൊതുപ്രയോജനത്തിന് വേണ്ടി നൽകുന്നതാണ്. ഇവിടെ അവിശ്വാസികൾക്ക് അടയാളമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിശ്വാസി അന്യഭാഷ പറയുന്നല്ല, വിശ്വാസിയുടെ അന്യഭാഷ അവിശ്വാസികൾക്ക് അടയാളമായി വരുന്നു. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പഴയ നിയമത്തിൽ നിന്ന് നാം അത് പഠിക്കുമ്പോൾ ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ നമുക്കറിയാം. അതിന്റെ ആദ്യത്തെ 13 വാക്യങ്ങൾ യഹോവയുടെ ഉടമ്പടി കൽപ്പന അനുസരിച്ച് നടക്കുന്നവർക്കുള്ള അനുഗ്രഹങ്ങളെ പറ്റി പറയുന്ന
ഒരു ഒരു വചനഭാഗമാണ്. അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് 56 വാക്യങ്ങളാണെന്ന് തോന്നുന്നു. ടോട്ടൽ അത് 69 എന്റെ ഓർമ്മ. 28-ാം അധ്യായം. അതിന്റെ 15 തുടങ്ങി 69 വരെ അല്ലെ? ആവർത്തന പുസ്തകം 69 വാക്യമാണെന്ന് തോന്നുന്നു. എന്തോ 69. അതെ. അപ്പോൾ അവന്റെ 15-ാം വാക്യം തുടങ്ങി താഴോട്ട് കൽപ്പന എന്ന് പറയുമ്പോൾ ഉടമ്പടിയാണ്. ഉടമ്പടിക്ക് ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്, പുതിയ സ്റ്റുഡൻസിനായിട്ട് പറയാം. ഒരു ഉടമ്പടി, ഒരു കവനന്റ് എന്ന് പറയുമ്പോൾ അതിൽ 2 കക്ഷികളുണ്ട്. പിന്നെ ഉടമ്പടിയുടെ വ്യവസ്ഥകളുണ്ട്. പിന്നെ ഉടമ്പടി അനുസരിക്കുന്നുള്ള അനുഗ്രഹങ്ങൾ, ഉടമ്പടിയുടെ ലംഘനത്തിനുള്ള ശിക്ഷകൾ. ഇത്രയും കാര്യങ്ങൾ ഒരു ഉടമ്പടിയുടെ എസെൻഷ്യൽ പാർട്ടാണ്. അപ്പോൾ ഇവിടെ കക്ഷി എന്ന് പറയുന്നത് ദൈവവും മനുഷ്യനുമാണ്. ഇസ്രായേൽ ജനത്തോടാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത്, ആവർത്തന പുസ്തകത്തിൽ കാണുന്നത്. ആ ഉടമ്പടിയുടെ അനുസരണത്തിനുള്ള അനുഗ്രഹങ്ങളാണ് ആദ്യത്തെ 13 വാക്യങ്ങൾ കാണുന്നത്. നിങ്ങൾ പിന്നെ സാവധാനമായി വായിച്ചാൽ മതി. അടുത്ത ഒരു 56 വാക്യങ്ങളിൽ നാം കാണുന്നത് ഉടമ്പടി ലംഘനത്തിനുള്ള ശിക്ഷകളാണ്. ആ ശിക്ഷകൾ പറയുമ്പോൾ 49, 50 വാക്യങ്ങളിൽ ആരെങ്കിലും എടുത്തവരുണ്ടെങ്കിൽ ഒന്ന് വായിക്കാം. ആവർത്തന പുസ്തകം 28-ന്റെ 49, 50 വാക്യങ്ങൾ. അവിടെ പറയുന്നത്, യഹോവ ദൂരത്ത് നിന്ന് ഭൂമിയുടെ അറുതിയിൽ നിന്ന് ഒരു ജാതിയെ കഴുകൻ പറന്നു വരുന്നതുപോലെ നിന്റെ മേൽ വരുത്തും. അവർ നീ അറിയാത്ത ഭാഷ പറയുന്ന ജാതി, വൃദ്ധനെ ആദരിക്കുകയോ ബാലനോട് കനിവ് തോന്നുകയോ ചെയ്യാത്ത ഉഗ്രമുഖമുള്ള ജാതി. നീ നശിക്കും. അവരറിയാത്ത ഭാഷ പറയുന്ന ഒരു ജാതിയെ കൊണ്ട് അവർക്ക് മേൽ ന്യായവിധി നടത്തുന്നതിനെ പറ്റി പറയുകയാണ്. ചട്ടങ്ങൾ പ്രമാണിച്ച് നടക്കാതെ ഇരുന്നാൽ ന്യായപ്രമാണത്തിൽ മുന്നറിയിച്ചിട്ടുള്ളത് പോലെ ആ കൽപ്പനകൾ അനുസരിക്കാത്തവർക്ക് അന്യഭാഷ പറയുന്ന ജാതികളെ കൊണ്ട് ന്യായവിധി നടത്തും എന്ന്. അവരറിയാത്ത ഭാഷ പറയുന്ന ജാതികൾ വന്ന് അവരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം വരെ പറയുന്നുണ്ട് അവിടെ. ഇസ്രായേൽ 2ആയി വിഭജിക്കപ്പെട്ട ശേഷം വടക്കേ രാജ്യം, അതിനെപ്പറ്റി നാം കാണുന്നത് BC 722 ആണ്ടിൽ ഹോശിയ രാജാവിന്റെ വാഴ്ചയുടെ 6-ാം ആണ്ടിൽ, ഹോശിയ രാജാവിന്റെ വാഴ്ചയുടെ 9-ാം ആണ്ടിൽ 2 രാജാക്കന്മാർ 17-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. 9-ാം ആണ്ടിൽ അശൂർ രാജാവായ ശൽമനേസർ വന്നിട്ട് വടക്കേ രാജ്യത്തിന്റെ തലസ്ഥാനമായ ശമരിയ ആക്രമിക്കുകയും അവരെ പിടിച്ചുകൊണ്ടു പോവുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. വടക്കേ രാജ്യത്തിനുണ്ടായ പതനം കണ്ടിട്ടും പ്രവാചകന്മാരിലൂടെ തെക്കേ രാജ്യമായ യഹൂദയും ബെന്യാമീനും അടങ്ങുന്ന തെക്കേ രാജ്യത്തോട് കൂടെ അരുളി ചെയ്തിട്ടും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് കേൾക്കാതിരുന്ന തെക്കേ രാജ്യത്തിനും പിന്നീട് ബാബേൽ രാജാവായ നെബൂഖദ്നേസർ വന്നിട്ട് അവരെ ആക്രമിക്കുകയും അവരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. BC 605, BC 597, 96, 586 തുടങ്ങിയ 3 തവണ പ്രധാനമായിട്ടും ആക്രമണം ഉണ്ടാകുകയും ഒടുവിൽ യെരൂശലേം ദേവാലയവും രാജധാനിയും എല്ലാം തീക്കിരയാക്കുകയും ചെയ്ത ആ സംഭവങ്ങളൊക്കെ നമുക്ക് ചരിത്രം പഠിക്കുന്നതാണ്. ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് ആവർത്തന പുസ്തകം 28-ാം അധ്യായം നോക്കിയാൽ മതി. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അവരറിയാത്ത ഭാഷ സംസാരിക്കുന്ന ഒരു ജാതി. വടക്കേ രാജ്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അശൂർ സൈന്യം 722 BC തെക്കേ രാജ്യത്തെ പറ്റി പറയുകയാണെങ്കിൽ ബാബേൽ രാജാവിനെ അയച്ചിട്ട് അവരെ ആക്രമിക്കുന്നു. അത് സംബന്ധിച്ച് യെശയ്യാ പ്രവാചകനിലൂടെ യഹോവ അരുളി ചെയ്തിരിക്കുന്നത് യെശയ്യാ 28-ന്റെ 11-12 വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. യെശയ്യാ 28-ന്റെ 11-12 വാക്യങ്ങൾ. ഇവിടെ അല്പം അവിടെ അല്പം എന്ന് അവൾ പറയുന്നു. അതിൽ വിക്കി വിക്കി പറയുന്ന അതരങ്ങളായ അന്യഭാഷയിലും അവൻ ഈ ജനത്തോട് സംസാരിക്കും. ഇതാകുന്നു സ്വസ്ഥത, ക്ഷീണിച്ചിരിക്കുന്നവന് സ്വസ്ഥത കൊടുപ്പീൻ, ഇതാകുന്നു വിശ്രാമം എന്ന് അവൻ അവരോട് അരുളി ചെയ്തത്. എങ്കിലും കേൾപ്പാൻ അവർക്ക് മനസ്സിലായിരുന്നു. നോക്കൂ, അവരുടെ സ്വന്തം പ്രവാചകന്മാർ മുഖാന്തരം ദൈവം അവരോട് അവരുടെ സ്വന്തം ഭാഷയിൽ അരുളി ചെയ്തതാണ്. എന്നാൽ അവർ ചെയ്തുകൊണ്ടില്ല.
ഇതാകുന്നു സ്വസ്ഥത, ക്ഷീണിച്ചിരിക്കുന്നവന് സ്വസ്ഥത കൊടുപ്പീൻ, ഇതാകുന്നു വിശ്രാമം എന്ന് യഹോവ അവരോട് അരുളിച്ചെയ്തു. എന്നാൽ യഹോവയുടെ വാക്ക് ചെവിക്കൊള്ളുവാൻ അവർക്ക് മനസ്സായില്ല. പിന്നെ എന്താ സംസാരിച്ചത്? പിന്നെ എന്താ സംഭവിച്ചത്? അവരറിയാത്ത ഭാഷ സംസാരിക്കുന്ന ഉഗ്രജാതിയെ കൊണ്ട് ദൈവം അവരോട് ഇടപെട്ടു. ഇരമ്യാ 5:15 പറയുന്നു, ഇസ്രായേൽ ഗ്രഹമേ, ഇരമ്യാ 5:15, ഇസ്രായേൽ ഗ്രഹമേ, ഞാൻ ദൂരത്തിൽ നിന്നൊരു ജാതിയെ നിങ്ങളുടെ നേരെ വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അത് സ്ഥിരതയുള്ള ഒരു ജാതി, പുരാതനമായ ഒരു ജാതി, ഭാഷ നിനക്ക് അറിഞ്ഞുകൂടാത്തതും വാക്ക് നിനക്ക് തിരിയാത്തതുമായ ഒരു ജാതി തന്നെ. നമുക്ക് അന്യഭാഷ പറയുന്ന ഒരു ജാതിയെ അയച്ച് അവരെ ന്യായം വിധിക്കുന്നതിനെ പറ്റി പറയുകയാണ്. യെശയ്യാ 33:19 നീതിയായി നടക്കുന്നവരോട് ആശ്വാസവാക്കായി പറയുന്നുണ്ട്, നീ തിരിച്ചറിയാത്ത പ്രയാസമുള്ള വാക്ക്, നിനക്ക് ഗ്രഹിച്ചുകൂടാത്ത അന്യഭാഷമുള്ള ഉഗ്രജാതിയെ നീ കാണുകയില്ല. അപ്പോൾ ഈ ആശയത്തിലാണ് ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് ഉദ്ധരിച്ചുകൊണ്ട്. ഗുരുതേ ലേഖനം 14:21-22 വാക്യങ്ങളിൽ അന്യഭാഷകൾ അടയാളമായിരിക്കുന്നത് വിശ്വാസികൾക്കല്ല അവിശ്വാസികൾക്കത്രേ എന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത്. അവിശ്വാസികളോട് അവർക്ക് വരുവാനുള്ള ന്യായവിധിയെ പറ്റി അന്യഭാഷയിൽ യഹോവയുടെ അരുളപ്പാട് അറിയിക്കുന്നത് സംബന്ധിച്ച് പൗലോസ് ഇവിടെ എഴുതിയിരിക്കുകയാണ്. അതല്ലേ പെന്തക്കോസ്ത് നാളിൽ സംഭവിച്ചത്? പെന്തക്കോസ്ത് നാളിൽ അന്യഭാഷകളിൽ സംസാരിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? കേൾവിക്കാർ എന്താണ് പറയുന്നത്? കേൾവിക്കാർക്ക് എന്താ സംഭവിച്ചതെന്ന് നോക്കിയേ. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം എടുത്തേ. അന്ന് അന്യഭാഷകളിലെ അപ്പോസ്തലന്മാർ അവിടെ സംസാരിക്കുമ്പോൾ കേട്ട ജനം എന്താണ് പറയുന്നത്? 37-ാം വാക്യം, 2:37, ആക്ട്സ് 2:37. ഇത് കേട്ടിട്ട് ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷ അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. നോക്കൂ, അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അപ്പോസ്തലന്മാർ അന്യഭാഷയിൽ സംസാരിച്ച് അവരോട് പറയുകയാണ്, ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായ നസറേനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈയാൽ തറപ്പിച്ചു കൊന്നു. എന്നിട്ട് താഴോട്ട് പറയുകയാണ്, താഴോട്ട് വരുമ്പോൾ പറയുകയാണ്, അവനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല, അവന്റെ ജഡം ദ്രവത്വം കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിന്റെ പുനരുദ്ധാനം മുൻപ് കണ്ട് പ്രസ്താവിച്ചു. യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ എല്ലാവരും സാക്ഷികളാകുന്നു. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തേക്ക് ആരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. ഇതെല്ലാം കേട്ടപ്പോൾ ഗലീല പുരുഷന്മാരായ അവർ ഇവരുടെ തെറ്റുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. എന്നിട്ട് പത്രോസിനോടും അപ്പോസ്തലന്മാരോടും ചോദിക്കുക, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു? അന്യഭാഷയിൽ സംസാരിച്ചത് അവിശ്വാസികളോട്. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ഉച്ചരിപ്പാൻ നൽകിയതുപോലെ, ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ സംസാരിച്ചപ്പോൾ യെരുശലേമിൽ കൂടി വന്ന വിവിധ ഭാഷ സംസാരിക്കുന്നവരെ യഹൂദന്മാർ, യഹൂദ മതാനുസാരികൾ എന്ന് പറഞ്ഞ പ്രോസലൈറ്റ് ജ്യൂസ് എന്ന് പറഞ്ഞ യഹൂദ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്ത ജാതികൾ, അവരും പെരുന്നാളിന് വന്നിരിക്കുക, ജാതികളുടെ പ്രാകാരത്തിൽ നിന്ന് മടങ്ങിപ്പോകുവാൻ. എന്നാൽ അവരെല്ലാവരും താന്താന്റെ ഭാഷയിൽ ഇവര് സംസാരിക്കുന്നത് കേട്ടപ്പോൾ അമ്പരന്നു പോയി. വിശ്വാസികളോട് അവർക്ക് വരുവാനുള്ള ന്യായവിധിയെ പറ്റി അന്യഭാഷയിൽ സംസാരിച്ചപ്പോൾ അവർ ഭ്രമിച്ചു, ആശ്ചര്യപ്പെട്ടു. പിന്നെ അവർ മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് വിശുദ്ധന്മാരോട് ചേർന്ന് കൂട്ടായ്മ ആചരിച്ചു. അത് സംബന്ധിച്ചാണ് അന്യഭാഷയിൽ സംസാരിക്കുന്നത് അവിശ്വാസികൾക്ക് അടയാളമായിരിക്കുന്നു എന്ന് പറയുന്നത്. ഞാൻ മുൻപേ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഓരോ പോയിന്റും അത് മാത്രം എടുത്തുകൊണ്ട് ചിന്തിക്കരുത്. ഒന്നാമത് ഞാൻ ആദ്യമേ പറഞ്ഞു, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്കു താൻ ആത്മിക വർധന വരുത്തുന്നു. തീർന്നില്ല, അത് പ്രാർത്ഥനയ്ക്കുള്ള ഭാഷയാണ്, ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുകയാണ്. അന്യഭാഷ ദൈവത്തിന് സ്തുതികരേറ്റുന്ന ഭാഷയാണ്. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ആ ദൈവത്തോട് സംസാരിക്കുകയാണ്. ആ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാനത്തിനായി പ്രാർത്ഥിക്കണം, ഉചിതമായും ക്രമമായും ചെയ്യണം, എക്സർസൈസ് ചെയ്യണം, അവിശ്വാസികൾക്ക് അടയാളമായി ഭവിക്കണം. ഇതെല്ലാം ചേർന്നാണ് അന്യഭാഷയെ പറ്റി പഠിക്കേണ്ടത്. അല്ലെങ്കിൽ ഒരു വാക്യം എടുത്തിട്ട് ഞാൻ അത് പറഞ്ഞു എന്ന് മാത്രം പറയരുത്. ഇതിനോരോന്നിനും വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്.
അന്യഭാഷ വിലക്കരുത് എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാം. സ്ത്രീകളുടെ സഭായോഗങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് കൊരിന്ത്യ സഭയിൽ തങ്ങൾക്ക് ലഭിച്ചിരുന്ന കൃപാവരങ്ങൾ സ്വന്തം കഴിവിന്റെ പ്രകടനമാക്കുവാൻ ഇച്ഛിച്ചിരുന്നവർ അനവധി ഉണ്ടായിരുന്നു. പ്രാർത്ഥിക്കുകയും പ്രവചിക്കുകയും ചെയ്യുന്ന നിരവധി സ്ത്രീകൾ കൊരിന്ത്യ സഭയിൽ ഉണ്ടായിരുന്നു. 11-5 വാക്യത്തിൽ നമ്മൾ കണ്ടതാണത്. എന്നാൽ ഈ സ്ത്രീകളും പ്രകടനാത്മകമായ ശുശ്രൂഷകൾ ചെയ്യുവാൻ ആഗ്രഹിച്ചു. പ്രകടനാത്മകമായ ശുശ്രൂഷകൾ ചെയ്യുവാൻ അവരുടെ ഇടയിൽ ചില സ്ത്രീകൾ ആഗ്രഹിച്ചു. 34-35 വാക്യങ്ങൾ നമ്മൾ കാണുന്നു. വിശുദ്ധന്മാരുടെ സർവ്വസഭകളിലും എന്ന പോലെ സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ. ന്യായപ്രമാണം പറയുന്ന പോലെ കീഴടങ്ങിയിരിപ്പാനല്ലാതെ സംസാരിപ്പാൻ അവർക്ക് അനുവാദമില്ല. അവർ വല്ലതും പഠിപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ വീട്ടിൽ വെച്ച് ഭർത്താക്കന്മാരോട് ചോദിച്ചു കൊള്ളട്ടെ. സ്ത്രീ സഭയിൽ സംസാരിക്കുന്ന അനുചിതമല്ലോ. സ്ത്രീ സഭയിൽ സംസാരിക്കരുതെന്ന് പറഞ്ഞതുകൊണ്ട് സഹോദരി സമാജത്തിൽ പ്രസംഗിക്കരുതെന്നോ സൺഡേ സ്കൂൾ പഠിപ്പിക്കരുതെന്നോ സ്വമേധാവേല ചെയ്യരുതെന്നോ അല്ല പറഞ്ഞിരിക്കുന്നത്. പുരുഷന്മാരെ അധ്യക്ഷന്മാരായി ശുശ്രൂഷ ചെയ്യുന്നത് പോലെ സ്ത്രീയെ അധ്യക്ഷത വഹിക്കുവാൻ അനുവദിച്ചിട്ടില്ല. ദൈവവചനം അനുവദിച്ചിട്ടില്ല. സഭയിൽ അധ്യക്ഷനായി ശുശ്രൂഷ ചെയ്യുവാൻ ഇന്ന് ആധുനിക കാലഘട്ടം വന്നപ്പോൾ ഒത്തിരി പേര് അങ്ങനത്തെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ അല്പവസ്ത്രധാരികളായ ചില സ്ത്രീകളൊക്കെ ഉണ്ട്. വലിയ അലങ്കാര പണികളൊക്കെ ചെയ്തുകൊണ്ട് കാതിൽ കുണക്കുമൊക്കെ ഇട്ടുകൊണ്ട് പ്രസംഗിക്കുന്ന ഒരു ഇവിടെ ട്രിവാൻഡ്രത്ത് ഒരു ബുക്ക് സ്റ്റോളിൽ ചെന്നപ്പോ അങ്ങനെ ഒരു ഏതോ മേജറോ എന്തോ ഒരു സ്ത്രീയുടെ പുസ്തകങ്ങൾ അവിടെ നിരത്തി വെച്ചിരിക്കുന്നത്. ജോയ്സ് മേയർ. എനിക്കറിയാം എന്റെ സഹോദരി, ഞാനത് അറിഞ്ഞുകൊണ്ട് തന്നെ കുറിച്ച് പറഞ്ഞതല്ലേ. അപ്പം അങ്ങനെ ശുശ്രൂഷിപ്പാൻ ദൈവവചനം അനുവദിച്ചിട്ടില്ല. ദൈവവചനത്തിന് കാലദേശ സീമകൾക്ക് അതീതമായിട്ട് പ്രസക്തിയുള്ളതാണ് ദൈവവചനം. ഞാൻ മുൻപൊരിക്കൽ പറഞ്ഞതാണ്. അത് എന്റെ സ്വന്തമായിട്ടല്ല. ഒരു ഇംഗ്ലീഷുകാരനായ ഒരു ലോകപ്രശസ്തനായ ഒരു ബൈബിൾ കമന്റേറ്റർ ആയിട്ടുള്ള ജോൺ മക്കാർദർ, അദ്ദേഹത്തിനോട് ഒരിക്കൽ ഒരാൾ ചോദിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ഞാൻ മറന്നുപോയി. ഭാര്യയുടെ പേര് ചോദിച്ചിട്ട് പറയുകയാണ്, അവരെ നിങ്ങൾ സഭയിൽ ശുശ്രൂഷിപ്പാൻ എന്തുകൊണ്ടാക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നൊരു ഉദ്ധരണി എടുത്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. സ്ത്രീയോട് ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? 3-ാം അധ്യായത്തിൽ 16-ാം വാക്യം ഉൽപ്പത്തി പുസ്തകം. സ്ത്രീയോട് കൽപ്പിച്ച ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും, അവൻ നിന്നെ ഭരിക്കും. അപ്പം സ്ത്രീക്ക് കഷ്ടവും ഗർഭധാരണവും ഭർത്താവിന് കീഴടങ്ങിയിരിക്കുക എന്നുള്ളതും ഉൽപ്പത്തി പുസ്തകത്തിൽ അന്നേ കൽപ്പിച്ചത്. അതിന് ഇന്ന് വരെ ഒരു മാറ്റവും വന്നിട്ടില്ല. ഇന്ന് വരെ ഒരു പുരുഷനും പ്രസവിച്ചിട്ടില്ല. അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾക്ക് ഒരു മാറ്റവുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അത് തന്നെയാണ് പറയുവാനുള്ളത്. ദൈവവചനത്തിൽ പുതിയ നിയമത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, ഏകഭാര്യയുടെ ഭർത്താവായിരിക്കണം അധ്യക്ഷൻ. ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. നിങ്ങളെ അത് മത്തായി സാർ പഠിപ്പിക്കുന്നുണ്ട്. പാസ്റ്ററൽ കൗൺസിലിംഗ് ഒക്കെ അദ്ദേഹം പഠിപ്പിക്കുമ്പോൾ ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് ഞാൻ പോകുന്നില്ല. കൊരിന്ത്യ സഭയിൽ ഇങ്ങനെ ചില സ്ത്രീകൾ ചെയ്യുവാൻ ആഗ്രഹിച്ചു. അത് സംബന്ധിച്ച് പൗലോസ് പറയുകയാണ്, സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ. അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന റോളുമുണ്ട്. പ്രാർത്ഥിക്കുവാൻ, പ്രവചിക്കുവാൻ ഒക്കെ അനുവദിച്ചിട്ടുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. എന്നാൽ പുരുഷന്റെ മേൽ കർത്തൃത്വം നടത്തി അധ്യക്ഷത നടത്തുവാൻ, പുരുഷന്മാരോട് പ്രസംഗിക്കുവാൻ അനുവദിച്ചിട്ടില്ല. ഇന്നങ്ങനെ ചെയ്യുന്ന പലരും ഉണ്ട്. കൊരിന്ത്യ സഭയിൽ ചില സ്ത്രീകൾ പുരുഷന്മാർ പറയുന്നതൊക്കെ വ്യാഖ്യാനിക്കുവാനും വിവേചിപ്പാനും തുടങ്ങിയതോടെ ചോദ്യങ്ങൾ ചോദിച്ച വാദങ്ങളും പ്രശ്നങ്ങളും സൃഷ്ടിച്ചത് കൊണ്ടാകാം സ്ത്രീ സഭയിൽ സംസാരിക്കുന്നത് അനുചിതമാണെന്ന് പൗലോസ് പറയുന്നത്. അവർ വിവാഹിതരെങ്കിൽ വീട്ടിൽ വെച്ച് ഭർത്താക്കന്മാരോട് ചോദിച്ചു പഠിക്കുക. വിവാഹിതരല്ലെങ്കിൽ പിതാക്കന്മാരോടോ സഭയിലെ മൂപ്പന്മാരോടോ ചോദിച്ചു പഠിക്കുക. സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കുക. അപ്പോൾ തന്നെ 11-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, 5-ാം വാക്യം, പ്രാർത്ഥിക്കുവാനും പ്രവചിക്കുവാനും അനുവാദമുണ്ട്. ആത്മിക വർധനയ്ക്കായി സഫലന്മാരാകുവാൻ കൃപാവരങ്ങൾ ഉചിതമായും ക്രമമായും വ്യാപാരം ചെയ്യുക. അടുത്ത അധ്യായത്തിലേക്ക് നാം പോവുകയാണ്. 15-ാം അധ്യായം വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. 15-ാം അധ്യായം മരിച്ചവരുടെ പുനരുദ്ധാനം സംബന്ധിച്ചാണ്. റിസറക്ഷൻ ഓഫ് ദ ഡെഡ് ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 17-ന്റെ 32-ാം വാക്യം ഒരാൾ വായിച്ചാട്ടെ. അപ്പോസ്തല പ്രവൃത്തി 17-ന്റെ 32.
മരിച്ചവരുടെ പുനരുത്ഥാനത്തെ കുറിച്ച് കേട്ടിട്ട് ചിലർ പരിഹസിച്ചു. മറ്റു ചിലർ ഞങ്ങൾ ഇതിനെപ്പറ്റി പിന്നെയും നിന്റെ പ്രസംഗം കേൾക്കാം എന്ന് പറഞ്ഞു. നോക്കുക, അഥേനയിൽ നിന്നാണല്ലോ പൗലോസ് കൊരിന്തിലേക്ക് വരുന്നത്. പൗലോസിന്റെ രണ്ടാമത്തെ മിഷണറി യാത്രയിൽ അദ്ദേഹം മക്കതോനിയയിൽ ആദ്യം ഫിലിപ്പിയിൽ വരുന്നു. നിങ്ങൾ ആ മാപ്പ് ഓർത്താൽ മതി, നിങ്ങൾക്ക് എവിടെയൊക്കെ പോയെന്ന് പറയാൻ മനസ്സിലാക്കാൻ ഓർത്തിരിക്കാൻ. ഫിലിപ്പിയിൽ നിന്നും പിന്നീട് അദ്ദേഹം തെസ്സലോനിക്കയിൽ വരുന്നു. തെസ്സലോനിക്കയിൽ നിന്നും ബെറോവയിൽ വരുന്നു. ബെറോവയിൽ നിന്ന് അദ്ദേഹം നേരെ ലാൻഡ് ചെയ്യുന്നത് എവിടെയാണ്? അഥേനയിലാണ്. അക്കായ പ്രവിശ്യയിലുള്ള അഥേന എന്ന് പറയുന്ന പട്ടണത്തിലെത്തുന്നു. അഥേനയിലാണ് അരയോപക കുന്നിൽ നിന്നൊക്കെ അദ്ദേഹം പ്രസംഗിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ പ്രസംഗം കേട്ട് കഴിയുമ്പോൾ, മരിച്ചവരുടെ പുനരുദ്ധാനത്തെ പറ്റി അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ചിലർ പരിഹസിച്ചു. അത് കേട്ടിട്ട് ചിലർ പരിഹസിച്ചു, മരിച്ചവരുടെ പുനരുദ്ധാനത്തെ പറ്റി പറഞ്ഞു. നമ്മൾ ആ 17-ാം അധ്യായത്തിൽ കാണുന്നുണ്ട് അഥേനക്കാരെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അഥേനിയൻസ്, അഥേന എന്ന് പറയുന്നത് ഏതൻസ്, പുരാതന അഥേന എന്ന് പറയുന്നത് തത്വജ്ഞാനികളുടെ പട്ടണമായിരുന്നു. തത്വജ്ഞാനികളുടെ പട്ടണമായിരുന്നു. സോക്രട്ടീസിനെ പോലെ, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ തുടങ്ങിയ തത്വചിന്തകന്മാരുടെ പട്ടണമായിരുന്നു. അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എപ്പിക്യൂരിയനെ, സ്റ്റോയിക്കരെ, ഇങ്ങനെ തത്വജ്ഞാനികൾ അനേകരുണ്ടായിരുന്നു. പൗലോസ് അവിടെ ചെല്ലുമ്പോൾ തന്നെ ആ 17-ാം അധ്യായത്തിൽ അപ്പോസ്തലപ്രവൃത്തി 17:20 അവിടെ പറയുന്നുണ്ട്, നീ ചില അപൂർവങ്ങളെ ഞങ്ങളുടെ ചെവിയിൽ കടത്തുന്നല്ലോ, അത് എന്തെന്നറിവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്നാൽ അഥേനക്കാർ ഒക്കെയും അവിടെ വന്നു പാർക്കുന്ന പരദേശികളും വല്ല പുതുമയും പറയുകയോ കേൾക്കുകയോ ചെയ്യുവാനല്ലാതെ മറ്റൊന്നിനും അവസരമുള്ളവരല്ല. ചിലർക്ക് ഇങ്ങനെയാണ്, വലിയ തത്വചിന്തകള് ഒക്കെ കേൾക്കുവാൻ വലിയ താല്പര്യമാണ്. അവരുടെ ഒരു പ്രത്യേകതയാണ് നവീനോപദേശങ്ങൾ കേൾക്കുവാൻ, വാദപ്രതിവാദങ്ങൾ കേൾക്കുവാൻ, അല്ലെങ്കിൽ അതിലേർപ്പെടുവാൻ ഉത്സാഹമുള്ളവരായിരുന്നു. എന്നാൽ പ്രയോജനമുള്ളവരായിരുന്നില്ല, മറ്റൊന്നിനും അവസരമുള്ളവരല്ല എന്ന് പറയും. ഇതൊന്നും കേട്ട് ഗുണപ്പെടുന്ന ഒരു ജാതി ആയിരുന്നില്ല അവിടെ അധികവും. മരിച്ചവരുടെ പുനരുദ്ധാനം പോലെയുള്ള ആത്മീയ പ്രത്യാശ ഉൾക്കൊള്ളുവാൻ അവർ തയ്യാറായിരുന്നില്ല. പുനരുദ്ധാനത്തെ കുറിച്ച് പൗലോസ് പ്രസംഗിച്ചപ്പോൾ അദ്ദേഹത്തെ അവർ പരിഹസിക്കുകയാണ്. വിശ്വസിക്കുന്നില്ല. വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേയാണ് അഥേനയിൽ വിശ്വസിച്ചത്. അധികം പേരും അവിശ്വസിച്ചു. ചിലർ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്തു, പിന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെച്ചു. നമ്മൾ പ്രസംഗിക്കുമ്പോൾ എപ്പോഴും പ്രതികരണങ്ങൾ 3 നിലയിലാണ്. ഒന്ന്, അവിശ്വസിക്കുക. ചിലർ പറയും പിന്നെ ആകട്ടെ, ചിലർ പറയും ചുരുക്കം ചിലർ വിശ്വസിക്കും. ഇതാണ് പ്രസംഗം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതികരണം. അപ്പോ അഥേന പുരുഷന്മാർ മരിച്ചവരുടെ പുനരുദ്ധാനത്തെ പറ്റി കേട്ടപ്പോൾ അവരെ അവിശ്വസിക്കുകയും പൗലോസിനെ പരിഹസിക്കുകയും ചെയ്തു. അഥേനിയൻ തത്വചിന്തകളുടെ അതിപ്രസരത്താൽ കൊരിന്ത് പട്ടണത്തിലും അതിന്റെ വ്യാപനമുണ്ടായിരുന്നു. കൊരിന്ത്യ സംസ്കാരത്തെയും ഈ തത്വചിന്തകളുടെ സ്വാധീനം കൊരിന്ത്യ സംസ്കാരത്തെയും അത് ബാധിച്ചിരുന്നു. കൊരിന്ത്യ സഭയിലും ഈ തത്വചിന്തകളുടെ സ്വാധീനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മരിച്ചവരുടെ പുനരുദ്ധാനം ഇല്ല എന്ന് പറയുന്നവർ കൊരിന്ത്യ സഭയിലും ഉണ്ടായിരുന്നു, കൊരിന്ത്യ വിശ്വാസികൾക്കിടയിലും ഉണ്ടായിരുന്നു. അഥേന എന്ന് പറയുന്നത് നോക്കൂ, നിങ്ങൾക്ക് ആ മാപ്പിൽ കാണാം. കൊരിന്തിൽ നിന്നും കഷ്ടിച്ച് 40 മൈൽ അല്ലെങ്കിൽ 71 കിലോമീറ്റർ മാത്രം ദൂരെയാണ് അഥേന. ആ കാലത്ത് മനുഷ്യൻ കാൽനടയായി പോകുന്ന ദൂരമാണ്. യോസേപ്പ് തന്റെ സഹോദരന്മാരെ കാണുവാനായിട്ട് പോകുമ്പോൾ ഏതാണ്ട് 100 കിലോമീറ്ററോളം യാത്ര ചെയ്തിട്ടാണ് സഹോദരന്മാരുടെ അടുക്കിലേക്ക് യാക്കോബ് അയക്കുമ്പോൾ പോകുന്നത്. നിങ്ങൾ ആ മാപ്പ് എടുത്ത് വെച്ചിട്ട് നോക്കിയാൽ കാണും, അതിശയിച്ചു പോകും. 100 കിലോമീറ്ററോളം യാത്ര ചെയ്താണ് സഹോദരന്മാരുടെ അടുക്കൽ ചെല്ലുകയും അപ്പോഴാണ് സഹോദരന്മാര് അവനെ പിടിച്ച് പൊട്ടക്കണത്തിലിടുകയും വിദ്യാന്യ കച്ചവടക്കാർക്ക് വിൽക്കുകയൊക്കെ ചെയ്യുന്നത്. അതുപോലെ ഈ കാലഘട്ടത്തിലും ഏതാണ്ട് 71 കിലോമീറ്റർ മാത്രം ദൂരം. ആ കാലഘട്ടത്തിൽ മനുഷ്യർ നടന്നു പോവുകയും വരികയും ചെയ്യുന്ന ദൂരം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അഥേനിയൻ ചിന്തകളുടെ സ്വാധീനം കൊരിന്ത് പട്ടണത്തിലും ഉണ്ടായിരുന്നു. കൊരിന്ത്യ സഭയിലും ചിലർ മരിച്ചവരുടെ പുനരുദ്ധാനത്തെ കുറിച്ച് വിശ്വസിച്ചിരുന്നില്ല. അതുകൊണ്ട് പൗലോസ് അവരോട് സംസാരിക്കുകയാണ്. മരിച്ചവരുടെ പുനരുദ്ധാനം സംബന്ധിച്ച് പൗലോസ് അവരോട് സംസാരിക്കുന്നതാണ്. ചില കാര്യങ്ങൾ നമ്മൾ അവിടെ കാണുന്നത്. ഒന്ന്, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, 15:1 മുതൽ 19 വരെ. പിന്നീട് അദ്ദേഹം 20 മുതൽ 28 വാക്യത്തിന്റെ ക്രമം വിവരിക്കുന്നുണ്ട്. തുടർന്ന് അദ്ദേഹം
അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ചില അനുഷ്ഠാനങ്ങളും ദൈവദാസന്മാരുടെ ശുശ്രൂഷകളും പുനരുദ്ധാനത്തിലുള്ള വിശ്വാസത്തിന്റെ തെളിവാകുന്നു എന്ന് പറയുകയാണ്. അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന അനുഷ്ഠാനങ്ങൾ, തെറ്റായ ചില അനുഷ്ഠാനങ്ങൾ ഉണ്ടായിരുന്നു, അവയെ ഉദ്ധരിച്ചുകൊണ്ടും അതുപോലെ തന്നെ പൗലോസിനെ പോലെയുള്ളവർ ചെയ്തു വന്ന ശുശ്രൂഷകളും പുനരുദ്ധാനത്തിലുള്ള വിശ്വാസത്തിന് തെളിവായി ഇരിക്കുന്നു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. തുടർന്ന് വിശുദ്ധന്മാർക്ക് ലഭിക്കാനുള്ള പുനരുദ്ധാന ശരീരത്തെ പറ്റി അദ്ദേഹം വിവരിക്കുകയാണ്. 35 മുതൽ 58 വരെയുള്ള വചനഭാഗം നമ്മൾ ശവസംസ്കാര ശുശ്രൂഷകളിലൊക്കെ സ്ഥിരമായി വായിക്കുന്ന ഒരു വചനഭാഗമാണ് 35 മുതൽ 58 വരെയുള്ള വചനഭാഗങ്ങൾ. അപ്പോൾ നോക്കൂ, അതിൽ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, 15ന്റെ 1 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളത് ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഒരു പ്രത്യാശ ആണ്. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. അതുകൊണ്ടാണ് പൗലോസ് തെസ്സലോനിക്കയിലുള്ള സഹോദരന്മാരോട് പറയുന്നത്. തെസ്സലോനിക്കയിലുള്ള സഹോദരന്മാരോട് അദ്ദേഹം പറയുന്നുണ്ട്, 1 തെസ്സലോനി 4:13-14 വാക്യങ്ങളിൽ, സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ, ശ്രദ്ധിക്കുക, യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. അപ്പോൾ യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു, അത് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് നൽകുന്ന ഒരു ഗ്യാരണ്ടിയാണ്. നമുക്കൊരു പുനരുദ്ധാനമുണ്ട്, വിശുദ്ധന്മാർ പുനരുദ്ധാനമുണ്ട്. അതാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഈ വചനഭാഗത്തിലൂടെ പറയുന്നത്. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അതിൽ അവിശ്വസിക്കുന്ന ആരുമില്ല ഇവിടെ. അങ്ങനെയാണെങ്കിൽ നിദ്ര കൊള്ളുന്ന വിശുദ്ധന്മാരെ ദൈവം യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. വിശുദ്ധന്മാരുടെ പുനരുദ്ധാനത്തിനുള്ള ഒരു ഉറപ്പായിട്ട് പൗലോസ് ചൂണ്ടിക്കാണിക്കുകയാണ്. തെസ്സലോനിക്ക വിശ്വാസികളോട് പറയുകയാണ്, അല്ല നമ്മോട് പറയുകയാണ്. കൊരിന്തിലുള്ള വിശ്വാസികളോട് പറയുമ്പോഴും അദ്ദേഹം 15-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങളിൽ അദ്ദേഹം പറയുകയാണ്, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു, ആകയാൽ മരിച്ചവർക്ക് പുനരുദ്ധാനമുണ്ട്. തെസ്സലോനിക്കർ 1 തെസ്സലോനിക്കർ 4:14 വാക്യത്തിൽ പറഞ്ഞ അതേ ആശയം തന്നെ ഇവിടെ പറയുകയാണ്. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുദ്ധാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുദ്ധാനം ഇല്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് ആരും പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എങ്കിൽ മരിച്ചവർക്ക് ഒരു പുനരുദ്ധാനമുണ്ട്. 15-ന്റെ 20-ാം വാക്യത്തിൽ പറയുകയാണ്, ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ നിന്ന് ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആദ്യഫലമായിട്ട് ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, നിദ്ര കൊണ്ടവരുടെ ഇടയിൽ നിന്നും. ക്രിസ്തുവിന് മുമ്പ് ഉയർത്തെഴുന്നേറ്റ പലരുമുണ്ട്, ക്രിസ്തുവിന് ശേഷം ഉയർത്തെഴുന്നേറ്റ പലരുമുണ്ട്. പക്ഷേ ആ ഉയർപ്പും ഈ ഉയർപ്പും വ്യത്യാസമുണ്ട്. ക്രിസ്തുവിന് മുമ്പ് എലീശാ പ്രവാചകനും ഏലിയ പ്രവാചകനും ഉയർപ്പിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ക്രിസ്തുവിന് ശേഷം പത്രോസും പൗലോസും ഉയർപ്പിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ആ ഉയർപ്പുകൾ ക്രിസ്തു തന്നെയും ഉയർപ്പിച്ചതായിട്ട് കാണുന്നവരുണ്ട്. ദൈവത്തിൽ 3 പേരെ കർത്താവ് ഉയർപ്പിച്ചതായിട്ട് കാണുന്നുണ്ട്. നയനിലെ വിധവയുടെ മകൻ യായിറോസിന്റെ മകള്, ബഥാനിയയിലെ ലാസർ. പക്ഷെ ഇവരെല്ലാം മരിച്ചുപോയി. ക്രിസ്തുവിന്റെ ഉയർപ്പും മറ്റുള്ളവരുടെ ഉയർപ്പും തമ്മിലുള്ള വ്യത്യാസം, ക്രിസ്തു മരിച്ച പുനരുദ്ധാന ശരീരത്തിലാണ്, അക്ഷയമായ അദ്രവത്വമുള്ള തേജസ്സുള്ള ശക്തിയുള്ള ശരീരത്തിലാണ്, പുനരുദ്ധാന ശരീരത്തിലാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റത്. മറ്റേതെല്ലാം മരിച്ചവർ ഈ ജഡത്തിൽ തന്നെ ജീവിച്ചെഴുന്നേറ്റു, അവർ വീണ്ടും മരിച്ചു. അവർ ക്ഷയമുള്ള ശരീരത്തിൽ, ദ്രവത്വമുള്ള ശരീരത്തിൽ തന്നെ ചില നാളുകൾ കൂടെ ജീവിച്ചിരിക്കുവാൻ അവർക്ക് അവസരം ലഭിച്ചു എന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ട് ആ ഉയർപ്പിനെ ഇതുമായിട്ട് കൺഫ്യൂഷൻ ആകരുത്. ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ നിന്ന് ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിന് ചില തെളിവുകൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിന് തെളിവായിട്ട് 1 സുവിശേഷം, 2 സാക്ഷികൾ. സുവിശേഷം, മറ്റൊന്ന് സാക്ഷികൾ. ഒന്നാമത് സുവിശേഷം. സുവിശേഷത്തിന്റെ നിർവചനം നമ്മൾ കാണുന്ന തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 2:8 നമ്മൾ കാണുന്നുണ്ട്. അത് നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി. ഇവിടെ 15-ാം അധ്യായത്തിന്റെ
1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ അതിന്റെ 1 മുതൽ 4 വരെയുള്ള വചനഭാഗത്തിലും സുവിശേഷത്തിന് ഒരു നിർവചനം പറഞ്ഞിരിക്കുകയാണ്. ഒരു നിർവചനമേ ഉള്ളൂ, സുവിശേഷത്തിന്റെ നിർവചനം. പൗലോസ് പറയുകയാണ്, ഒന്ന് വായിച്ചാട്ട് 15-ാം അധ്യായം 1 മുതൽ 4 വരെ. എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു നിങ്ങളെ ഓർപ്പിക്കുന്നു. ഏത് വിധം? ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. പിന്നെ ചിലർക്ക് പ്രത്യക്ഷനായി സ്വർഗാരോഹണവും ചെയ്തു. ഇതാണ് സുവിശേഷം. സുവിശേഷത്തിന്റെ ക്വിൻറ്റസെൻസ് എന്ന് പറയുന്ന, അതിന്റെ ജിസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ക്രിസ്തു തിരുവെഴുത്തുകളിൻ പ്രകാരം പ്രായശ്ചിത്തയാഗമായി മരിച്ചു അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇപ്പോൾ പിതാവിന്റെ വലത്തുഭാഗത്തേക്ക് കയറിപ്പോയിരിക്കുന്നു. പൗലോസ് പ്രസംഗിച്ച ഇടങ്ങളിലെല്ലാം അദ്ദേഹം തിരുവെഴുത്തുകളെ, അതായത് പഴയ നിയമം എന്ന് നമ്മൾ പറയുന്ന യഹൂദന്മാരുടെ തനക്ക്, തോറ, നബീവിയും കെതൂവിയും അടങ്ങുന്ന ആ തനക്കിൽ നിന്നാണ്, തിരുവെഴുത്തുകളെ ആധാരമാക്കിയാണ് അദ്ദേഹം സംസാരിച്ചത്. ആ തിരുവെഴുത്തുകളിൽ ക്രിസ്തു കഷ്ടം അനുഭവിച്ച് മരിക്കുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും, മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടത് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ക്രൂശിൽ തറച്ച് കൊല്ലപ്പെട്ടവനായ യേശു ദൈവപുത്രനായ ക്രിസ്തുവാണ്, മശിഹയാണെന്ന് അദ്ദേഹം തിരുവെഴുത്തുകളിലൂടെ തെളിയിച്ചു. കൊരിന്തിലേക്ക് പൗലോസിന്റെ പിന്നാലെ കടന്നുപോയ അലക്സാണ്ട്രിയക്കാരനായ അപ്പല്ലോസ് അല്ലേ പിന്നീട് പോയത്? അപ്പല്ലോസും പോയിട്ട് എന്താണ് പഠിപ്പിച്ചത്? ക്രൂശിക്കപ്പെട്ടവനായ യേശുവാണ് ക്രിസ്തു, യേശു തന്നെ ക്രിസ്തു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് കേഫാവിനും പിന്നെ 12 പേർക്കും പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. ഈ സുവിശേഷം അദ്ദേഹം പറയുക തിരുവെഴുത്തുകളിൽ നിന്നും താൻ ഗ്രഹിച്ചതാണ്, തിരുവെഴുത്തുകളിൽ നിന്ന് ഗ്രഹിച്ചതാണ്. അത് കൊരിന്തിലുള്ള വിശ്വാസികൾക്ക് ഒരു മർമ്മമായി അദ്ദേഹം പ്രസ്താവിച്ചു. For what I have received, I passed on to you as of first importance. 15-ന്റെ 5-ാം വാക്യത്തിൽ പറയുകയാണ്, താൻ സർവജനത്തിനും ബഹുമാനമുള്ള ധർമ്മോപദേഷ്ടാവായ ഗമാലിയേലിന്റെ കാൽക്കലിരുന്ന് പഠിച്ചവനാണ്. അത് മാത്രമല്ല, കർത്താവ് തന്നോട് നേരിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്, തന്നെ നേരിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. 1 കൊരിന്ത്യർ 11:23 നിങ്ങളൊന്ന് വായിച്ചോ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. കർത്താവ് തന്നെ നേരിട്ട് പഠിപ്പിച്ചതായി അദ്ദേഹം പറയുന്ന ചില വചനഭാഗങ്ങളാണ്. ഇപ്പോൾ സമയം കഴിഞ്ഞു, അതുകൊണ്ട് അത് ഒന്ന് നോട്ട് ചെയ്യുക. 1 കൊരിന്ത്യർ 11:23, 1 Corinthians 11:23, Galatians 1:11 and 12, ഗലാത്യർ 1:11-12, Ephesians 3:3, എഫേസ്യർ 3:3, 1 തെസ്സലോനിക്കർ 2:4, 1 തെസ്സലോനിക്കർ 2:4. ഇവിടെയെല്ലാം പൗലോസ് ആവർത്തിച്ച് പറയുന്നുണ്ട് കർത്താവ് തന്നെ നേരിട്ട് പഠിപ്പിച്ചു. അപ്പോൾ തിരുവെഴുത്തുകളിൽ തനിക്ക് ആഴമായ പ്രാവീണ്യം സിദ്ധിക്കുവാൻ സാധിച്ചത് താൻ ഗമാലിയേൽ എന്ന് പറയുന്ന എല്ലാവർക്കും ബഹുമാനമുള്ള ഒരു ധർമ്മോപദേഷ്ടാവ്, ഒരു റബ്ബിയുടെ അടുക്കൽ ഇരുന്ന് പഠിച്ചു. അത് കൂടാതെ സുവിശേഷം എന്ന മർമ്മം കർത്താവ് തന്നെ നേരിട്ട് പഠിപ്പിച്ച് ഭരമേൽപ്പിച്ചിട്ടുള്ളതാണ്. ഈ സുവിശേഷത്തിൽ അടങ്ങിയിരിക്കുന്ന 3 സുപ്രധാന സത്യങ്ങൾ: ഒന്ന്, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അഥവാ പ്രായശ്ചിത്തയാഗമായി. 22-ാം സങ്കീർത്തനവും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിലും തിരുവെഴുത്തുകളിൽ പറഞ്ഞിട്ടുള്ളത് പോലെ, ഞാൻ മുൻപ് പറഞ്ഞതാണ്, 22-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ കൈകളെയും കാലുകളെയും തുളച്ചു എന്ന് ദാവീദ് എഴുതുമ്പോൾ, ദാവീദ് ജീവിച്ചിരുന്ന BC 10-ാം നൂറ്റാണ്ടിൽ കൈകാലുകൾ തുളച്ചു കൊല്ലുന്ന ക്രൂസിഫിക്ഷൻ എന്ന് പറയുന്ന ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് ലോകത്തിൽ എങ്ങും നടന്നതായി ചരിത്രം പറയുന്നില്ല.
BC 4-ാം നൂറ്റാണ്ടിൽ കാർത്തേജിയൻസ് മാത്രമാണ് ഈ ശിക്ഷാ നടപടി ലോകത്ത് ആദ്യമായിട്ട് നടപ്പിലാക്കുന്നത്. പിന്നീട് അത് പേർഷ്യൻസ് കൊണ്ടുവന്നു, പിന്നീട് അത് റോമാക്കാർ അത് ഏറ്റെടുത്തു. അങ്ങനെ തനിക്ക് 6 നൂറ്റാണ്ടുകൾക്ക് ദാവീദിന് 6 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് കുരിശിൽ തറച്ച് കൊല്ലുന്ന കിരാതമായ ശിക്ഷാ നടപടി ലോകത്തുണ്ടാകുന്നത്. എന്നാൽ പ്രവാചകനായ ദാവീദ് പ്രവചനാത്മാവിൽ എഴുതുമ്പോൾ അദ്ദേഹം പ്രവാചകനാണ്. പ്രവചനാത്മാവിൽ ദാവീദ് എഴുതിയിരിക്കുകയാണ്, അവന്റെ കൈകളെയും കാലുകളെയും തുളച്ചു. 1000 വർഷങ്ങൾക്ക് മുൻപ്, 750 വർഷങ്ങൾക്ക് മുൻപ് യെശയ്യാ പ്രവാചകൻ യെശയ്യാ 53 ക്രിസ്തു അനുഭവിക്കേണ്ട മശിഹയ്ക്കുണ്ടാകുന്ന കഷ്ടാനുഭവങ്ങളെ പറ്റി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ മശിഹ പ്രായശ്ചിത്തയാഗമായി മരിക്കുന്നതിനെ പറ്റി തിരുവെഴുത്തുകളിൽ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തു തിരുവെഴുത്തുകളിൻ പ്രകാരം അടക്കപ്പെട്ടു. യെശയ്യാ 53:9 അവന്റെ അടക്കം സംബന്ധിച്ച് പറയുന്നുണ്ട്. ക്രിസ്തു തിരുവെഴുത്തുകളിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു. 53:10-12 വാക്യങ്ങൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. സങ്കീർത്തനം 16:8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഈ വചനഭാഗങ്ങൾ പൗലോസും പത്രോസും തങ്ങളുടെ പ്രസംഗങ്ങളിൽ ഉദ്ധരണിയാക്കിയിട്ടുണ്ട്. പൗലോസും പത്രോസും തങ്ങളുടെ പ്രസംഗങ്ങളിൽ ഉദ്ധരണിയാക്കിയിട്ടുണ്ട് 16 സങ്കീർത്തനത്തിന്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ സുവിശേഷം എന്ന് പറയുന്നത് തിരുവെഴുത്തുകളിൽ വെളിപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ പ്രവാചകന്മാർ മുഖാന്തരം ദൈവം അരുളി ചെയ്തിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ. അപ്രകാരം ക്രിസ്തു പ്രായശ്ചിത്തയാഗമായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്നതാണ്. അപ്പം ഉയർത്തെഴുന്നേൽപ്പ് തിരുവെഴുത്തുകളിൽ തന്നെ പറഞ്ഞിരിക്കുന്നതിന്റെ നിവർത്തിയായി സംഭവിച്ചിട്ടുള്ളതാണ്. ക്രിസ്തുവിന്റെ മരണം നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായിരിക്കുന്നു. അപ്പോൾ തന്നെ അവന്റെ ഉയർപ്പ് നമ്മുടെ നീതീകരണത്തിന് പര്യാപ്തമായിരിക്കുന്നുവെന്ന് ഉറപ്പ് നമുക്ക് നൽകുകയാണ്. അത് സംബന്ധിച്ചാണ് റോമാലേഖനം 4-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. റോമാലേഖനം 4-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് 24-ാം വാക്യം, റോമർ 4:24. ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം, സമയം കഴിഞ്ഞിരിക്കുന്നു എന്ന് എനിക്കറിയാം. റോമർ 4:24-ാം വാക്യത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവന്റെ കൃപയാൽ ക്രിസ്തുവേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി 4:24 നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചും ഇരിക്കുന്ന നമ്മുടെ കർത്താവ് യേശു. അപ്പോൾ ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നമ്മുടെ നീതീകരണത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ക്രിസ്തു മരിച്ചു, ക്രിസ്തുവിന്റെ മരണം നമ്മുടെ നീതീകരണത്തിന് പര്യാപ്തമായി എന്ന് നാം അറിയുന്നത് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ നമുക്കൊരു ഉറപ്പ് ലഭിക്കുന്നത് എന്താണ്? ക്രിസ്തുവിൽ പാപമില്ലായിരുന്നു. പാപമുണ്ടായിരുന്നുവെങ്കിൽ അവൻ ഉയർത്തെഴുന്നേൽക്കില്ലായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 2:24 പറയുന്നു, മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു, കാരണം അവനിൽ പാപമില്ല. ഒരു ലേഖനത്തിൽ പറയുന്നു മരണത്തിന്റെ വിഷമുള്ള പാപമില്ലാത്തത് കൊണ്ട് മരണത്തിന് അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. അപ്പോൾ അവൻ പാപമില്ലാത്ത പരിശുദ്ധനായിരുന്നത് കൊണ്ട് അവന്റെ മരണം നമ്മുടെ പ്രായശ്ചിത്തത്തിന് പര്യാപ്തമായിരിക്കുന്നുവെന്ന് നമുക്ക് ഉറപ്പ് ലഭിച്ചിരിക്കുന്നത് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു അനേകർക്ക് പ്രത്യക്ഷനായി. ആ പ്രത്യക്ഷതകളെ കുറിച്ച് പൗലോസ് തുറന്ന് പറയുകയാണ്. ഇന്ന് ഞാൻ എവിടേക്ക് പോകുന്നില്ല. അപ്പോൾ സുവിശേഷം നമുക്ക് നൽകുന്ന ഉറപ്പ് ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു. 2 സാക്ഷികൾ, അവൻ അനേക സാക്ഷികൾക്ക് വെളിപ്പെട്ടു. ഇവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നത് കേഫാവ്, 12 വരെ 500-ലധികം സഹോദരന്മാർ, യാക്കോബ്, അപ്പോസ്തലന്മാർ, അവരെല്ലാവരും അന്ന് ജീവിച്ചിരുന്നവരാണ്. പിന്നെ പൗലോസ് എന്ന തനിക്ക് പ്രത്യക്ഷനായി. അപ്പോൾ ഈ സാക്ഷികളും തിരുവെഴുത്തുകളിൽ അധിഷ്ഠിതമായ സുവിശേഷവും നൽകുന്ന ഉറപ്പ് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നാണ്. ക്രിസ്തുവിന്റെ ഉറപ്പ് നമ്മുടെ പുനരുദ്ധാനത്തിന് ഉറപ്പായിരിക്കുന്നു. പ്രാർത്ഥിക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരൻ ജോയൽ പ്രാർത്ഥിച്ചു. കർത്താവെ, നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധനായ ശ്രീപിതാവേ, നല്ല സമയത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവെ ഇന്നും ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ ദൈവം അവിടുന്ന് സഹായിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് കർത്താവെ അങ്ങയുടെ ഉയർപ്പിനെ പറ്റി കർത്താവെ ഞങ്ങൾക്ക് പഠിക്കുവാൻ ദൈവം സഹായിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവെ, പാപമില്ലാത്ത അങ്ങ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കർത്താവെ പാപയാഗമായി മാറി
ദൈവമേ തുടരണം കർത്താവെ. പാപമില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കുവാനുള്ള കൃപ ദൈവമോട് ഞങ്ങൾക്ക് നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും കർത്താവെ അങ്ങയുടെ ഹിതമനുസരിച്ച് ജീവിപ്പാൻ ദൈവമോട് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇന്ന് കൂടി വന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് എല്ലാ സ്റ്റുഡൻസിനെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നും പഠിക്കുവാൻ ആവശ്യമായിട്ടുള്ള കൃപകളെ കർത്താവ് ഞങ്ങൾക്ക് നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പഠിപ്പിക്കാൻ പ്രത്യേക സാറിനെ കർത്താവ് സഹായിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവം അവിടുന്ന് വീണ്ടും ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഓരോ താമസിച്ചാൽ കർത്താവെ അടുത്ത ആഴ്ചയും ഞങ്ങൾക്ക് ഒരുമിച്ച് ക്ലാസ്സിൽ കർത്താവെ പങ്കെടുക്കുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ടതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. വലിയ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം.